സ്വാമിയെ അയ്യപ്പോ ഇങ്ങനെ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി വിളിച്ചിരുന്ന ഒരുപാട് ഭക്തന്മാരെ ഞാൻ കണ്ടു. അന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞതായിരിക്കും. അതെ, കരച്ചിൽ വളരെ വ്യക്തിപരമായ ഞാനും എൻ്റെ ഭഗവാനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ്. അന്ന് ഒരു പക്ഷേ അവിടെ തീവ്രമായ ഒരു ലാത്തി ചാർജ് നടത്തേണ്ടി വന്നിരുന്നതിനെ ഒരാൾ അയാളുടെ ഇരുമുടിക്ക് തേങ്ങ ഇട്ടിട്ട് ഒരു സ്ത്രീയുടെ തലയ്ക്ക് അടിക്കുകയുണ്ടായി. അത് ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് മാത്രം. ഈ നിൽക്കുന്ന ശ്രീജിത്ത് IPS ഞങ്ങളെക്കാളും വലിയ ബുദ്ധിയൊന്നും ഇല്ലാന്ന് തോന്നുന്നിടത്താണ് നിങ്ങളുടെ സിവിൽ സർവീസ് പ്രയാണവും നിങ്ങളുടെ ജീവിത വിജയവും. ചെയ്യാത്ത തെറ്റിന് ബഹുമാനം ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇന്നലെ വരെ എടാ പോടാന്ന് ഞാൻ വിളിച്ചിട്ടുള്ള ആളുകളെ ഇന്ന് രാവിലെ ചെന്ന് എനിക്ക് സല്യൂട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ 16-ാം വയസ്സിൽ കൊല്ലൂരുമായിട്ടുള്ള ആ ബന്ധം കഴിഞ്ഞ ദിവസവും മൂകാംബി എന്നുള്ളൊരു പടം കണ്ടു. ഞാനിനി റിട്ടയർ ചെയ്യാൻ കാത്തിരിക്കുക, അവിടെ പോയി ചേക്കേറാനായിട്ട്. ജയിൽ പ്രസൻ എന്നുള്ള വാക്ക് മാറ്റണമെന്നാണ് ഞാൻ ആഭ്യന്തരമന്ത്രിയുടെ അടുത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്, അദ്ദേഹത്തിനോട് അപേക്ഷിച്ചിരിക്കുന്നത്. അദ്ദേഹം അത് വളരെ അനുഭാവപൂർവ്വം പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം DGP പദവിയിലെത്തുക എന്നുള്ളതാണ്. 1996 IPS കിട്ടുന്നു. 30 വർഷത്തിന് ശേഷം DGPയുടെ ഔദ്യോഗിക പദവിയിലേക്ക് എത്തുന്നു. എത്തിപ്പിടിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമുണ്ട്. പക്ഷേ കഴിഞ്ഞ കാലങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ ചെയ്യാൻ പറ്റിയത് മുഴുവൻ ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇനി ഒരുപാട് ബാക്കിയുണ്ടെന്നുള്ളൊരു ചിന്തയാണ് മനസ്സിലുള്ളത്. അത് പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെ കാണുമായിരിക്കാം. പലപ്പോഴും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഏതൊരു സിനിമയിൽ മോഹൻലാൽ ചോദിക്കുന്ന ഒരു പുതിയ ക്യാൻവാസിൽ ആദ്യമേ തുടങ്ങാൻ പറ്റുമോ എന്ന് സദയം എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ചോദ്യമുണ്ട്. അങ്ങനെ തുടങ്ങിയിരുന്നെങ്കിൽ കുറേ കൂടെ കാര്യങ്ങൾ മെച്ചപ്പെട്ട് ചെയ്യാമായിരുന്നു, ഈ പദവിയോട് കുറേ കൂടെ നീതി പുലർത്താമായിരുന്നു എന്നുള്ളൊരു തോന്നൽ ഉള്ളിലുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ തീർച്ചയായിട്ടും വളരെ ചാരിതാർത്ഥ്യജനകവും സന്തോഷകരവുമായിട്ടുള്ളൊരു സമയം തന്നെയാണ്. ഈ പേര് നോക്കുമ്പോൾ ശ്രീജിത്ത് S. സുഭദ്രാമ എന്താ അമ്മയോടാണോ ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയിരുന്നു? അത് ഞങ്ങളുടെ 3 സഹോദരങ്ങൾക്കും, അത് ഞാനും എൻ്റെ 2 ചേച്ചിമാർക്കും S ആണ് അച്ഛൻ ഇനീഷ്യലി കൊടുത്തിട്ടുള്ളത്. സുഭദ്രാമ ശ്രീജിത്ത് എന്നും സുഭദ്രാമ ശ്രീലത എന്നും സുഭദ്രാമ ശ്രീകല എന്നുമാണ് ഞങ്ങളെ എല്ലാവരുടെയും പേര്. അത് മുമ്പ് തന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് പറഞ്ഞാൽ അച്ഛൻ ഒരുപാട് കൃത്യമായ വാക്കുകൾ കൊണ്ട് പറഞ്ഞില്ലായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ജനറൽ പൊളിറ്റിക്സ് വളരെ ക്ലിയർ ആയിരുന്നു. അദ്ദേഹത്തിന് ഒരു സത്യം പറഞ്ഞ സ്ത്രീപക്ഷവാദിയായിട്ടുള്ളൊരു ന്യായാധിപനായിരുന്നു എൻ്റെ അച്ഛൻ്റെ മജിസ്ട്രേറ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആ നാമകരണം എന്നാണ് ഞാൻ മനസ്സിലായത്. സാധാരണ വീട്ടുപേരൊക്കെയാണ് പലപ്പോഴും ഇട്ട് കണ്ടിട്ടുള്ളത്. പക്ഷെ അച്ഛൻ വളരെ വ്യക്തമായ അച്ഛന് ധാരണകളുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലായത്. അച്ഛൻ ഒരുപാട് വോസിഫറസ് ആയിട്ടൊന്നും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല. പക്ഷേ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളുടെ തീരുമാനങ്ങളിലും പെൺകുട്ടികളുടെ കാര്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലും എനിക്ക് ഒരു കാര്യത്തിൽ മാത്രം അദ്ദേഹത്തിനോടൊരു ചെറിയ അഭിപ്രായ വ്യത്യാസമായിരുന്നു. വളരെ പേട്രണൈസിങ് ആയിട്ടാണ് പലപ്പോഴും ആ ലെവലിൽ നിന്ന് അദ്ദേഹം മോചിതനായിരുന്നില്ല. എന്നാൽ പോലും സ്ത്രീകൾക്ക് ഒരുപാട് ബഹുമാനം കൊടുക്കണമെന്ന് വിചാരിക്കുന്ന ഒരു അച്ഛനായിരുന്നു. ആ അച്ഛൻ്റെ നാമകരണത്തെ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് എനിക്ക് ഈ പേര് വന്നത്. പിന്നെ അമ്മയോട് സ്വാഭാവികമായിട്ട് എല്ലാ മക്കൾക്കും ഉണ്ടാകുന്ന അടുപ്പമൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് അമ്മയും അച്ഛനെയും വിഷമിപ്പിച്ചിട്ടുള്ള ഒരാളാണെന്ന് അച്ഛനുമായും പറഞ്ഞിട്ടുണ്ട്. പൊതുവെ ഒരു എന്തിനേയും ചോദ്യം ചെയ്യുന്നൊരു സ്വഭാവം എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷകരമായിട്ട് തന്നെയാണ് അച്ഛനെയും അമ്മയെ കുറിച്ചുള്ള സ്മരണകൾ എനിക്കുള്ളത്. അമ്മയെക്കുറിച്ച് കൂടുതലും. പഠനകാലയോട് നോക്കുകയാണെങ്കിൽ ഉഴപ്പനായിരുന്നു. താങ്കളുടെ വാക്കുകളിൽ തന്നെ താങ്കളൊരു സ്പീച്ച് പറഞ്ഞിട്ടുണ്ട്. SLCക്ക് 600-ൽ 505 മാർക്ക്, പിന്നെ പ്രീ ഡിഗ്രിക്ക് ഒരു നോർമൽ 52%, പിന്നെ കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല. അതെ. തൊട്ടടുത്ത സമീപപ്രദേശത്തെ ശ്രീനാരായണ കോളേജിൽ പഠിച്ചു. അവിടുന്ന് BSc മാത്സ് കടന്നുകൂടി. അതെ. പിന്നീട് എങ്ങനെയാണ് ഒരു IPS അല്ലെ സിവിൽ സർവീസിലേക്ക് എത്താൻ കഴിഞ്ഞത്? കാരണം എന്നാ വെച്ചാൽ വിക്രമാദിത്യ സിനിമയെ കാണുന്നല്ലോ, ഇടയ്ക്ക് ഡൽഹിയിൽ പൊങ്ങി. അതെ അതെ. ദുൽഖർ സൽമാൻ്റെ ജീവിതം മാറ്റി വരച്ച പോലെ എങ്ങനെയാണ് ആ അച്ചീവ്മെൻ്റ്? ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ നല്ല ഒരു വിദ്യാർത്ഥിയായിരുന്നു. സ്കൂളിൽ ഒരുപാട് പ്രൊഫഷൻസി പ്രൈസ്, 5ാം ക്ലാസ്സിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥികളുടെ സമ്മാനമൊക്കെ എനിക്ക് ആനുവലിലേക്ക് കിട്ടിയത് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴും അതിൽ ഓർമ്മയുള്ളത് ഞാൻ വളരെയധികം ഓർക്കാൻ കാര്യം, എന്നെ എൻ്റെ ടീച്ചർമാർ അന്ന് ശിക്ഷിച്ചിരുന്നൊരു കാര്യത്തിന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജിൽ കയറി VIP അടുത്ത് ഇതിനുള്ള സമ്മാനം മേടിച്ചിട്ട് അദ്ദേഹത്തിനെയും വണങ്ങണം, തിരിഞ്ഞ് ഓഡിയൻസിനെയും വണങ്ങണമെന്ന് പഠിപ്പിച്ചാണ് ഞങ്ങളെ കയറ്റിവിട്ടത്. ഞാൻ തിരിഞ്ഞ് വണങ്ങാൻ മറന്നുപോയതിന് ശിക്ഷിക്കപ്പെട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ആ പ്രൊഫഷൻസ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഹൈസ്കൂളിലേക്കൊക്കെ എത്തിയപ്പോഴത്തേക്കും ഒരു ശരാശരി വിദ്യാർത്ഥിയായി മാറി. അതിൻ്റെ സത്യം പറഞ്ഞാലുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ പഠനത്തിലുള്ള താല്പര്യക്കുറവായിരുന്നില്ല, മറിച്ച് അന്ന് കുറച്ച്
വ്യാപകമായ വായന ആ സമയത്ത് ഉണ്ടാവേണ്ടതിനേക്കാൾ കൂടുതൽ, അതൊരു 8ാം ക്ലാസ്സുകാരനും 9ാം ക്ലാസ്സുകാരനും വായിക്കാൻ പാടില്ലാത്ത പുസ്തകങ്ങൾ പലതും വായിച്ചിരുന്നു. സാർത്ർ, ഫൂക്കോ, എക്സിസ്റ്റൻഷ്യലിസം, ജീവിതത്തിൻ്റെ വ്യർത്ഥത, ഇതിനെക്കുറിച്ചൊക്കെയുള്ള എന്താ പറയുക, ഒരു പരിധി വിട്ടുള്ള എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ഫിലോസഫി ഒക്കെ വായിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജീവിതത്തിൻ്റെ നിരർത്ഥകതയെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഈ പഠിത്തത്തിലൊന്നും വലിയ പ്രസക്തിയില്ല, പഠിച്ചിട്ടല്ലല്ലോ ആൾക്കാരും ചിന്തകന്മാരായിട്ടുള്ളതെന്നൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയതിൻ്റെ ഭാഗമായിട്ടായിരിക്കും പഠനത്തിൽ വളരെ മോശമായി. അത് കഴിഞ്ഞ് 10ാം ക്ലാസ് എന്തോ വലിയൊരു കാര്യമാണെന്ന് എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കിയതിൻ്റെയൊക്കെ ഇതായിട്ട് മാതാപിതാക്കളുടെ നിർബന്ധം കൊണ്ടൊക്കെയാണ് സത്യം പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ ഭയങ്കരമായിട്ട് പഠിച്ച്. അപ്പോൾ എന്നിരുന്നാൽ പോലും ഞാൻ അന്ന് ശ്രദ്ധിച്ചിരുന്നു, എനിക്ക് സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കാൻ താല്പര്യമില്ല. എൻ്റെ വീട്ടുകാർക്ക് എന്നെ ഡോക്ടറാക്കണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കാതിരിക്കാൻ അന്ന് ഇൻഡെക്സ് മാർക്ക് വെച്ചാണ് നമ്മുടെ അഡ്മിഷൻ. അപ്പോൾ ആ ഇൻഡെക്സ് മാർക്ക് കുറയ്ക്കാൻ വേണ്ടി ബയോളജിയിൽ കൃത്യമായി മാർക്ക് കുറയ്ക്കാൻ ശ്രദ്ധിക്കുകയും മാത്സിൽ അത് കൂട്ടാൻ ശ്രമിക്കുകയും ചെയ്യാനുള്ള ഒരു രീതിയിലാണ് പരീക്ഷ എന്ന് എഴുതിയിരുന്നത്. അപ്പോൾ ഒരുവിധം നന്നായിട്ട് നല്ല മാർക്ക്, 505 ഒരു റീസണബിളി നല്ല മാർക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവിടെ കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ അഡ്മിഷൻ കിട്ടി. ആദ്യത്തെ വർഷം പ്രീ ഡിഗ്രിക്ക് അന്ന് അത്ര മോശമില്ലാത്തൊരു ഡിഗ്രി ഉണ്ടായിരുന്നു, പ്രീ ഡിഗ്രി, ഇപ്പോൾ +2 അല്ല. ആ 1ാം വർഷം എനിക്ക് 94% മാർക്ക് കിട്ടി. 2ാമത്തെ വർഷമായപ്പോഴത്തേക്കും ഈ മുമ്പ് വായിച്ചിരുന്ന ഫിലോസഫിയൊക്കെ വേദാന്തത്തിലേക്ക് വഴിമാറുകയും തപസ്സിന് പോകണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. സെക്കൻഡ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് പരീക്ഷ എഴുതുന്നതിൻ്റെ ഡ്യൂസ് അടയ്ക്കാൻ പോയ 52 രൂപയുമായി ഞാൻ കുടജാദ്രിക്ക് യാത്രയായി. അതുപോലെ തുടങ്ങി അന്ന്. അതെ. അപ്പോൾ അങ്ങനെ ആ പോയതിൻ്റെ ഭാഗമായിട്ട് ഒരു 13 ദിവസം അവിടെ കാട്ടിൽ പോയി ഉപാസനയായിട്ടിരുന്നു. അപ്പം ആ സമയത്ത് 13 ദിവസത്തിൽ 9 ദിവസം പട്ടിണിയായിരുന്നു. ചിത്രമൂലയിലാണ് ഇരുന്നിരുന്നത്. അപ്പോൾ അവിടെ ശങ്കരാചാര്യരുടെ അടുത്ത് ദേവി പ്രത്യക്ഷപ്പെട്ട പോലെ എൻ്റെ മുമ്പിലും പ്രത്യക്ഷപ്പെടുമെന്നൊക്കെയുള്ള ധാരണയിലാണെന്ന് പോയത്. പക്ഷേ ജഗന്മാതാവിൻ്റെ തീരുമാനങ്ങൾ വേറെ എന്തൊക്കെയായിരുന്നു. 13ാമത്തെ ദിവസം എന്നെ അന്വേഷിച്ച് എൻ്റെ അച്ഛനും അളിയനോട് എത്തുകയും അവർ കൃത്യമായി എന്നെ എൻ്റെ ഇഷ്ടത്തിന് പഠനം കഴിഞ്ഞ് വിടാം എന്നുള്ള കർശന നിബന്ധനയോടുകൂടി എന്നെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുക ചെയ്ത്. പിന്നെ തിരിച്ചു വന്നിട്ട് അപ്പോഴത്തേക്കും ഒരു പരീക്ഷ എഴുതാൻ പറ്റിയില്ല. ഇംഗ്ലീഷിൻ്റെ സെക്കൻഡ് പേപ്പർ മിസ്സായി. പിന്നെ ബാക്കിയുള്ളതൊക്കെ അന്ന് ഓർമ്മയുള്ള കാര്യങ്ങൾ വെച്ച് എഴുതി കഴിഞ്ഞപ്പോൾ ഈ 93ഉം 52 കൂടെ ചേർന്ന് ഇക്കൊല്ലത്തെ മാർക്ക് കൂടെ ചേർന്ന് ആവറേജ് ഒരു 52% ഒതുങ്ങാനുണ്ടായത്. ഇപ്പോൾ 52% അന്ന് ഒരു മാർക്കേ അല്ല. എൻ്റെ കൂടെയുള്ള പഠിതാക്കളെല്ലാം തന്നെ അവർ വലിയ എഞ്ചിനീയറിങ്ങിനും മെഡിസിനൊക്കെ പോകുമ്പോൾ എനിക്ക് എവിടെ അഡ്മിഷൻ കിട്ടാതെ ഒരു കൊല്ലം ഞാൻ അലഞ്ഞു തിരിയേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോൾ ഒന്ന് ബെറ്റർ ചെയ്യുക, ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സ്കോപ്പാണ്. ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി രണ്ടാമത് പരീക്ഷ എഴുതിയപ്പോൾ 52-51% അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ മാർക്ക് തന്നെ വെച്ചുകൊണ്ട് വീണ്ടും ഈ SN കോളേജിൽ എങ്ങനെയൊക്കെയോ അഡ്മിഷൻ തരപ്പെടുത്തി. ഒരുപാട് അച്ഛനും അമ്മയും അതിന് വേണ്ടിയിട്ട് ഒരുപാട് പേരുടെ അടുത്ത് അപേക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടാണ് കിട്ടിയെന്ന് തോന്നുന്നു. മാത്സിന് ചേർന്നു. അപ്പോഴും എൻ്റെ ഈ ഫിലോസഫിക്കൊന്നും കുറവൊന്നുമില്ല, അങ്ങനെ തന്നെ നടക്കുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അന്ന് ഈ കോളേജ് യൂണിയൻ ഭാരവാഹിയായിരുന്നു 3 വർഷം. നമ്മുടെ ഫൈൻ ആർട്സ് സെക്രട്ടറി ആയിട്ട് അവിടെ. അപ്പം അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടി ആയപ്പം കൃത്യാന്തര ബാഹുല്യം കൊണ്ട് സത്യം പറഞ്ഞാൽ ക്ലാസ്സിലൊന്നും കയറാൻ പറ്റിയിരുന്നില്ല. തുലവും കുറവായിരുന്നു എൻ്റെ അറ്റൻഡൻസൊക്കെ. പിന്നെ അധ്യാപകരോടൊക്കെ വളരെ ബഹുമാനത്തോടെ പെരുമാറുന്നതുകൊണ്ട് അവർക്ക് അനിതര സാധാരണമായ വാത്സല്യം എന്നോടുണ്ടായിരുന്നതുകൊണ്ടും പരീക്ഷ എഴുതാൻ അനുവദിച്ചു അവസാനത്തെ കൊല്ലം. അതിനിടയിലൊരു വലിയ കാര്യം ഉണ്ടായി. ഇപ്പം താങ്കൾ ചോദിച്ചാൽ എങ്ങനെയാണ് സിവിൽ സർവീസ്, അതിന് കാരണം നമ്മുടെ ജയകുമാർ സാറാണ്. ജയകുമാർ സാറായിരുന്നു കോഴിക്കോട് ജില്ലാ കളക്ടറായിരുന്നു. അദ്ദേഹം അവിടെ ഒരു സ്ത്രീകൾക്ക് കൂടുതൽ സിവിൽ സർവീസിൽ പ്രാതിനിധ്യം വരാൻ വേണ്ടിയിട്ട് കൂടുതൽ സ്ത്രീകളെയും പിന്നെ കുറച്ച് 30 പേര് ഞങ്ങളുടെ കോളേജിൽ നിന്ന് പോയതിൽ 25 പേര് സ്ത്രീകളും 5 പേര് പുരുഷന്മാരുമായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും നന്നായിട്ട് പഠിക്കുന്നവരും എന്നാൽ ഈ നഗരത്തിൽ ചുറ്റിക്കറങ്ങാൻ പ്രാവീണ്യമില്ലാത്തവരുമായതുകൊണ്ട് എൻ്റെ സ്റ്റാഫ് അഡ്വൈസറായ മരിച്ചുപോയ ശ്രീധരൻ സാറ് എന്നോട് പറഞ്ഞു, ഞാൻ അവരെ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം എന്നിൽ ഏൽപ്പിച്ചു, ആ ഭരം എന്നെ ഏൽപ്പിച്ചു. അപ്പം അങ്ങനെ പോയ പോക്കിൽ കോഴിക്കോട് ടൗൺ ഹാളിന് പുറത്തിരുന്ന് ശ്രവിച്ച കാര്യങ്ങളും അന്ന് അവിടെ ഉണ്ടായിരുന്ന IAS പ്രൊഫഷണൽസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനായിട്ടുള്ളൊരു പരിമിതമായ അവസരം കിട്ടിയപ്പോൾ എനിക്കെന്തുകൊണ്ട് ആയിക്കൂടാ എന്നൊരു ചിന്ത എന്നിൽ അങ്കുരിച്ചത് അന്നാണ്. അപ്പം അവരുമായിട്ടുള്ള സംവേദനത്തിൽ എനിക്ക് തോന്നിയ ഏറ്റവും വലിയ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിൽ നിന്നും ഒരുപാട്
ബുദ്ധി കുറവൊന്നും എനിക്കില്ല എന്നൊരു ഒരു അബദ്ധജനകമായ ധാരണ അന്ന് തോന്നിയിരുന്ന ഒരു ധാരണ വന്നു. ഞാനിപ്പോൾ അതുകൊണ്ട് പല കോളേജുകളിലൊക്കെ പോയി സിവിൽ സർവീസിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയാറുള്ളൊരു കാര്യം, നിങ്ങളുടെ വിജയവും എൻ്റെ വിജയവും ഈ നിൽക്കുന്ന ശ്രീജിത്ത് IPSന് ഞങ്ങളെക്കാളും വലിയ ബുദ്ധിയൊന്നും ഇല്ലാന്ന് തോന്നുന്നിടത്താണ് നിങ്ങളുടെ സിവിൽ സർവീസ് പ്രയാണവും നിങ്ങളുടെ ജീവിത വിജയവും. എനിക്ക് എൻ്റെ കർത്തൃത്വബോധം കൊണ്ട് ആർക്കോ ഒരാൾക്ക്, എൻ്റെ കർത്തൃത്വത്തിലൂടെ ഒരാൾക്ക് സിവിൽ സർവീസിലെത്തി എന്ന് പറയാനുള്ളൊരു ചാരിതാർത്ഥ്യം ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ എന്നോടുള്ള സംവേദനം കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നണം. എനിക്ക് പണ്ടിങ്ങനെ തോന്നിയിരുന്നു. ആ തോന്നലിൽ നിന്ന് ആണ് തുടങ്ങിയത്. അന്ന് തോന്നിയപ്പോൾ ഒരുപാട് പേരെ കളിയാക്കിയിരുന്നു. പക്ഷേ ആ കളിയാക്കൽ ഞാൻ വകവയ്ക്കാതെ എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. പറ്റില്ല. കാരണം എല്ലാവരും സാധാരണ അന്നത്തെ നിലയ്ക്ക് സിവിൽ സർവീസൊക്കെ നേടുന്നവരെല്ലാവരും 1ാം റാങ്കുകാരും എല്ലാത്തിലും അനിതര സാധാരണമായ പാഠവും കാണിക്കുന്നവരൊക്കെ ആയിരുന്നു എല്ലാത്തിലും. അങ്ങനെയൊന്നും അവകാശപ്പെടാൻ എനിക്കൊന്നും ഉണ്ടായിരുന്നു. ഒരു ശരാശരിയിൽ താഴെയുള്ളൊരു വിദ്യാർത്ഥി മാത്രമായിരുന്നു. പക്ഷെ എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് തീരുമാനിക്കുകയും ഫൈനൽ ഇയർ ഡിഗ്രിക്ക് പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഒരു ഇപ്പോഴും വളരെ നല്ല സുഹൃത്തായ ശിവാനന്ദനുണ്ട്. അവൻ ഇപ്പോഴും എന്നോട് ചോദിക്കും, ഇനി നീ എന്നെ എവിടെയൊക്കെ അവമാനിക്കുന്നു ചോദിക്കും. കാരണം അദ്ദേഹത്തോട് ഞാൻ അന്ന് ആവശ്യപ്പെട്ടു നമുക്ക് 2 പേർ കൂടെ പോയി സിവിൽ സർവീസിന് പഠിക്കാം. അപ്പോൾ അദ്ദേഹമാണ് എന്നെ പരീക്ഷ പാസ്സാകാൻ സഹായിച്ചത്, അതായത് ഡിഗ്രി പാസ്സാകാൻ. അപ്പോൾ അയാളുടെ വീട്ടിൽ പോയി നിന്നാണ് ഞാൻ എന്തൊക്കെ പുസ്തകങ്ങൾ പഠിക്കാനുണ്ടെന്നും പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് വിലയിരുത്തുകയൊക്കെ ചെയ്തത്. അപ്പോൾ ആ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അയാളോട് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് എന്നെക്കാളും മാർക്ക് ഡിഗ്രിയുടെ വന്നപ്പോൾ അദ്ദേഹത്തിന് 74%, എനിക്ക് കറക്റ്റ് 600 മാർക്കാണ്, 60 മാർക്കാണ്, 60%. 60% എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സിനൊരു മാർക്കേ അല്ല. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ സഹായത്തോടുകൂടിയാണ് ഞാൻ പാസ്സായത്. അപ്പോൾ എനിക്ക് അന്നേ ഉറപ്പാണ് എന്നെക്കാളും ബുദ്ധിവൈഭവവും കഴിവുള്ള ഒരാളാണ് അയാളെന്നുള്ളത്. അപ്പോൾ അയാളോട് ഞാൻ പറഞ്ഞു നമുക്ക് 2 പേർ കൂടെ പോയി സിവിൽ സർവീസിന് പഠിക്കാം. അപ്പോൾ അയാൾക്ക് അതൊരു തമാശയായിട്ടാണ് തോന്നിയത്. കാരണം ഇതൊരു എന്താ പറയുക, വളരെ ഭ്രമജനകമായ എന്തൊക്കെയോ ഒരു സങ്കല്പമായിട്ട് അദ്ദേഹത്തിന് തോന്നിയുള്ളൂ. അല്ലാതെ നമ്മൾക്കൊന്നും പ്രാപ്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നിയിരുന്നില്ല. പക്ഷേ എന്നോടുള്ള സ്നേഹക്കൂടുതലുകൊണ്ട് എന്നെ അവമാനിച്ചില്ല. എന്നോട് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ നീ ഇപ്പോൾ തൽക്കാലം പൊക്കോ, ഞാൻ പുറകെ വരാം. ഇവിടെ ഞങ്ങളുടെ ചീക്കിലൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ വീട്, കോഴിക്കോട്. അവിടെ ഉദയ വായനശാല എന്ന് പറഞ്ഞ വായനശാലയുണ്ട്. അതിൻ്റെ വാർഷികം കഴിഞ്ഞ് എൻ്റെ പിറ്റേന്ന് ഞാൻ വരാം എന്നാണ് അയാൾ പറഞ്ഞത്. ഞാൻ ഇന്ന് അയാളെ കളിയാക്കാറെന്ന് വെച്ചാൽ ഉദയ വായനശാലയുടെ വാർഷികം ഇപ്പോഴും കഴിച്ചിട്ടില്ല. അയാൾ KSFയിൽ മാനേജറായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്നു. അതൊരു മോശം ജോലിയാണെന്നല്ല, പക്ഷെ അദ്ദേഹത്തിന് ഈ നാടിന് കൊടുക്കാൻ പറ്റാവുന്ന സേവനങ്ങളുടെ പൂർത്തീകരണം ആയില്ല. സെൽഫ് ആക്ച്വലൈസേഷനിൽ അദ്ദേഹം പുറകിലായിപ്പോയി എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് ഇന്നും ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലായിടത്തും എൻ്റെ വളരെ അടുത്ത സുഹൃത്തായതുകൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യം എടുത്തതിൻ്റെ പേരും പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അയാളുടെ പേരും പറഞ്ഞത്. ഞാൻ അയാൾ എന്നോട് ചോദിക്കും, ഞാൻ ഒരുപാട് വേദികളിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ പറയും, ഇങ്ങനെ ഒരുത്തനുണ്ടായിരുന്നു, അങ്ങനെ ഒരുത്തനായി പോകരുത് നിങ്ങൾ എന്ന് പലരോടും പറയാറുണ്ട്. അപ്പം അങ്ങനെ ജയകുമാർ സാറിൻ്റെ ആ സെമിനാറിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ബോധനത്തിലും ഒരു പ്രചോദനത്തിലൊക്കെയാണ് ഞാൻ സിവിൽ സർവീസ് എഴുതാൻ പറ്റും എന്നൊരു തോന്നൽ വന്നത്. അന്നും പക്ഷേ എനിക്ക് ഒരു സിവിൽ സർവൻറ്റിനെ പോയി കണ്ട് സംസാരിക്കാനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരുപാട് ഇരുട്ടിൽ തപ്പി കുറേ അലഞ്ഞിട്ടുണ്ട്, എങ്ങനെ വേണം എന്നൊന്നും അറിയാതെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വേണു സാർ, കഴിഞ്ഞ ചീഫ് സെക്രട്ടറി, അദ്ദേഹം കോഴിക്കോട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയും എൻ്റെ അമ്മയും ഒന്നിച്ച് പഠിച്ചവരാണ്. അപ്പോൾ ഈ ഞങ്ങളുടെ ഈ കോളേജിലുള്ള അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് ക്യാമ്പസ് പൊളിറ്റിക്സിലൊക്കെ ഉണ്ടായിരുന്ന മാഗസിൻ എഡിറ്ററൊക്കെ ആയിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ. ഞങ്ങളുടെ 2 പേരുടെയും എന്താ പറയുക, ഈ ഉഴപ്പ് കാരണം അമ്മമാർക്ക് കുറേ വിഷമങ്ങളുണ്ടായിരുന്നു ആ കാലത്ത്. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് IAS കിട്ടി. അദ്ദേഹത്തിന് IAS കിട്ടിയപ്പോൾ എൻ്റെ അമ്മേനോട് രാജാവ് ഡോക്ടർ മോഹന് വരെ കിട്ടി, നീ എന്ത് ചെയ്യാണ്? ഞാനിപ്പോഴും അദ്ദേഹത്തെ കാണുമ്പോൾ തമാശയായിട്ട് പറയും. അപ്പോൾ അദ്ദേഹത്തിന് 4 കൊല്ലം ജൂനിയറായിട്ടാണ് ഞാൻ കയറുന്നത്. ആ 4 കൊല്ലം സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലൊരു പീഡനപൂർവ്വമായിരുന്നു. ഏകദേശം 2 കൊല്ലത്തോളം. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ ജോലി കിട്ടി, സർക്കാർ സർവീസിൽ തന്നെ ജോലി കിട്ടിയതുകൊണ്ട് കുറച്ചൊരു ശമനം വന്നു. ആ 2 കൊല്ലം എൻ്റെ അമ്മ ഭയങ്കരമായിട്ട് വിഷമിച്ചിരുന്നു. അപ്പോൾ ആ വിഷമം കണ്ട് ഞാനും ദുഃഖിക്കുന്നുണ്ട്. പക്ഷേ ഞാനപ്പോൾ ഒരു എന്താ പറയുക, ഒരു പുട്ടി കാണുന്ന ബ്രേവ് ഫേസ് എന്നൊക്കെ പറയുന്ന മാതിരി അതൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നടക്കും. ഞാനെന്നിട്ട് വേണു സാറ് ട്രെയിനിങ്ങിന് പോകുന്ന അന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടു. ഞാൻ പറഞ്ഞു, വേണോട്ടാ നിങ്ങൾ വലിയ ഉപദ്രവം എനിക്ക് ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ അന്ന് അവിടെ നമ്മുടെ MK മുനീർ സാർ അദ്ദേഹത്തിൻ്റെ സഹപാഠിയാണ്. അതുപോലെ നമ്മുടെ രാഘവൻ എന്ന് പറഞ്ഞൊരു സാറുണ്ട്, കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസ്, ഒരു നാഷണൽ ലെവൽ ക്രിക്കറ്റ് അമ്പയറൊക്കെ ആയിട്ടുള്ള. അതെ, ഇവർ 3 പേരും കൂടെ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് വേണേട്ടാ ഞാനിപ്പം പെട്ടല്ലോ, നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, മോനെ നീ പോയിട്ട്
നിൻ്റെ ഇഷ്ടമുള്ള ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ഓപ്ഷൻ എന്തായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ സൈക്കോളജി പഠിച്ചോളാൻ പറഞ്ഞു. അന്നേരം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അന്ന് പോയിട്ട് നേരെ അന്ന് ഹിഗിൻ ബോത്തംസ് ഒരു പുസ്തകക്കടയുണ്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ. അവിടെ പോയി അന്ന് ഞാൻ പുസ്തകം മേടിക്കുകയാണ്, ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ബൈ മോർഗൻ ആൻഡ് കിങ്. അത് ഞങ്ങളുടെ സൈക്കോളജി ഐച്ഛിക വിഷയമായെടുത്ത് സിവിൽ സർവീസ് പഠിക്കുന്നവരുടെ അടിസ്ഥാന ഗ്രന്ഥവും ബൈബിളുമാണ്. അപ്പോൾ ആ പുസ്തകത്തിൽ നിന്ന് ഞാൻ എൻ്റെ തുടക്കമാണ് എന്നെ. അപ്പോൾ അത് പിന്നെ എന്താ പറയുക, കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കസ്റ്റംസിലൊക്കെ ജോലി കിട്ടി, ആകാശവാണിയിൽ ജോലി കിട്ടി, പിന്നീട് കസ്റ്റംസ് ജോലി കിട്ടി. അപ്പോൾ പിന്നെ പൊരുത്തപ്പെട്ടത് മതിയെന്ന് തോന്നി. പിന്നൊരു ഘട്ടം വന്നപ്പോൾ കസ്റ്റംസിലെ ചില ഉദ്യോഗസ്ഥരുടെയൊക്കെയുള്ള ഇൻട്രാക്ഷൻസ് വെച്ചിട്ട് കസ്റ്റംസിൽ പ്രിവെൻറ്റീവ് ഓഫീസറായിട്ട് കൊച്ചിയിലായിരുന്നു. അപ്പം എനിക്ക് കുറച്ചുകൂടെ പഠിക്കണം എന്ന് തോന്നി. അന്ന് എൻ്റെ കൂടെ എൻ്റെ ബാച്ച്മേറ്റ് ആയിരുന്ന ശ്രീദേവി ശിവരാജൻ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ പഠിച്ചു. അവർക്ക് 95 ബാച്ചിൽ അവർക്ക് IRS കിട്ടി. അവരിപ്പോൾ IRS രാജിവെച്ചിട്ട് അവർ അമേരിക്കൻ സിറ്റിസനായിട്ട് US സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. അവർക്ക് കിട്ടി. ആ കൊല്ലം എനിക്ക് IPS കിട്ടിയില്ല. IPS ആയിരുന്നു എൻ്റെ സ്വപ്നം. അപ്പോൾ ഞാൻ വീണ്ടും എഴുതി. ആ കൊല്ലം എനിക്ക് കിട്ടിയത് ആം ഫോഴ്സസ് ഹെഡ് ക്വാർട്ടേഴ്സ് സർവീസാണ്. അതായത് 1026 സർവീസിലുള്ളതിൽ ഏറ്റവും താഴെ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ഗ്രൂപ്പ് B സർവീസാണ് എനിക്ക് കിട്ടിയത്. ഞാൻ വീണ്ടും എഴുതി രണ്ടാമത്തെ അറ്റംപ്റ്റിലാണ് എനിക്ക് IPS കിട്ടുന്നതും കേരളത്തിൽ വരാൻ സാധിക്കുന്നത്. അപ്പോൾ അതൊരു എന്താ പറയുക, വളരെ ശ്രമകരമായിരുന്നു ആ നടന്ന സമയത്ത്. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ചില നേരങ്ങളിൽ നമ്മളെടുത്ത തീരുമാനം, അതായത് എന്തായാലും അയാൾക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ആയിക്കൂടാ എന്ന് ചോദിക്കുന്ന, അവനവനോട് ചോദിക്കുന്നൊരു ചോദ്യം, ആ ചോദ്യത്തിന് മറുപടിയാണ് എനിക്ക് കിട്ടിയ IPS. പിന്നെ പ്രിപ്പറേഷൻ്റെ സമയത്തൊക്കെ ചില ടിപ്സ് ഉദ്ദേശിക്കാത്ത ആൾക്കാരുടെ നിന്ന് ഒരു എക്കണോമിസ്റ്റ് ഞാൻ ഡൽഹിയിൽ താമസിക്കുന്ന ലോഡ്ജിലുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് എനിക്ക് പറഞ്ഞു 10,000 മണിക്കൂർ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അധികരിച്ച് പ്രവർത്തിച്ചാൽ ആ വിഷയത്തെ സംബന്ധിച്ച് ലോകം നമ്മളുടെ വാക്കുകൾ ശ്രവിക്കും. അപ്പം ഞാനൊന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ഞാൻ 10,000 മണിക്കൂർ ഒന്നിനു വേണ്ടിയും ജീവിതത്തിൽ പണിയെടുത്തിട്ടില്ല. 10,000 മണിക്കൂർ എന്ന് പറയുമ്പോൾ കേവലം 3 മണിക്കൂർ ഒരു ദിവസം വെച്ച് 10 വർഷം ജോലി ചെയ്താൽ 10,000 മണിക്കൂറാവും. 5 വർഷം വെച്ച് 6 മണിക്കൂർ വെച്ച് ജോലി ചെയ്താൽ അത്രയും പോലും സമയം ഒരു മനുഷ്യനും ഒന്നിനു വേണ്ടിയും ചിലവാക്കാതിരിക്കുന്നത് കൊണ്ടാണ് എക്സലൻസ് അവനെ എല്യൂസീവായി നിൽക്കുന്നതെന്നാണ് അദ്ദേഹം എന്നോടന്ന് പറഞ്ഞത്. ഞാനന്ന് അത് ഒരു എന്താ പറയുക, ഒരു ആപ്തവാക്യമായി എടുത്തുകൊണ്ട് ഞാൻ സിവിൽ സർവീസിന് പഠിക്കാൻ തീരുമാനിച്ചു. 800 മണിക്കൂറായപ്പോഴത്തേക്കും എനിക്ക് IPS കിട്ടിയെന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പം അത്ര കുറച്ച് അധ്വാനമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ലോകത്തെക്കുറിച്ചും സാഹചര്യങ്ങളില്ലായ്മയെക്കുറിച്ചും പരാതി പറയുന്ന ചെറുപ്പക്കാരോടൊക്കെയുള്ളൊരു സന്ദേശമാണിത്. നിരന്തരം അധ്വാനിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് വരുമെന്നുള്ളത്. ഈ കൊച്ചിയിലെ കസ്റ്റംസ് പ്രിവെൻറ്റീവ് ഓഫീസറായി കുറച്ച് കാലം ഉണ്ടായിരുന്നു. അവിടുന്ന് എങ്ങനെയാണ് പെട്ടെന്നൊരു വീണ്ടും ഒരു സിവിൽ സർവീസ് വേണം, അതിലേക്ക് പോകണം എന്നൊരു ചിന്ത വന്നത്? കസ്റ്റംസിലെ ജോലി സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. ആരുടെ പേര് ഞാൻ എടുക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാനപ്പോൾ അവിടെ അന്ന് എനിക്ക് ലീഗൽ സെല്ലിലാണ് എനിക്ക് താല്പര്യം. ഞാൻ നിയമം കൈകാര്യം ചെയ്യുന്നത് കസ്റ്റംസിൻ്റെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ലീഗൽ സെല്ലുണ്ട്. അതിൽ ഉദ്യോഗസ്ഥനായിട്ടാണ് ഞാൻ ആ സമയത്ത് ജോലി ചെയ്തിരുന്നത്. അന്ന് അവിടെ മൊഹീദ്ദീൻ എന്ന് പറഞ്ഞൊരു സൂപ്രണ്ട് ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പോഴും എൻ്റെ വലിയൊരു അഭ്യുദയകാംക്ഷിയും അദ്ദേഹത്തെ പോയി കാണണം എന്ന് വിചാരിച്ചിട്ട് ഉദ്ദേശ സമയത്ത് അദ്ദേഹം തൃശ്ശൂർ കാളത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുകയാണ് ഇപ്പോൾ, റിട്ടയർ ചെയ്തിട്ട്. അദ്ദേഹം വളരെയധികം പ്രചോദനം തന്നിരുന്നൊരു കാലഘട്ടമായിരുന്നു. അതിന് മുകളിലൊരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു അന്ന്. അദ്ദേഹം CIT കൊടുത്തൊരു അഫിഡവിറ്റ് ഞാൻ തിരുത്തുകയുണ്ടായി. തിരുത്തിയത് അദ്ദേഹം ഒരു മലയാളി ആയിരുന്നില്ല, ഒരു ഉത്തരേന്ത്യക്കാരനായിരുന്നു. ആ തിരുത്തിയത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആംഗല ഭാഷയിലുള്ള പ്രാവീണ്യക്കുറവാണ് ഞാൻ തിരുത്തിയത്, അല്ലാതെ വേറെ കണ്ടൻറ്റൊന്നും ഞാൻ തിരുത്തിയിട്ടില്ല. അത് അദ്ദേഹത്തിനൊരു പേഴ്സണൽ ഈഗോ പോലെ തോന്നിയെന്ന് തോന്നുന്നു. അദ്ദേഹം എനിക്ക് എൻ്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടൊരു മെമ്മോ തരുകയുണ്ടായി. അന്ന് മൊയ്തീൻ സാർ എൻ്റെ അടുത്ത് സമാധാനിപ്പിച്ചു, സാരമില്ല അതൊക്കെ ഉണ്ടാവും, നീ ഒന്നും മൈൻഡ് ചെയ്യണ്ട, നീ ചെയ്തത് ശരിയാണല്ലോ എന്നൊക്കെ സമാധാനിപ്പിച്ചെങ്കിലും എനിക്കത് വല്ലാതെ ഫീൽ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ പോലെയുള്ള ആൾക്കാരുടെ കീഴിൽ ഞാൻ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്യണമല്ലോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മ പറയുന്നൊരു വാക്കുണ്ട്, ഗുരുവായൂരപ്പൻ പല രൂപത്തിൽ വരുമെന്ന്. അദ്ദേഹമാണ് ഗുരുവായൂരപ്പൻ്റെ രൂപത്തിൽ വന്നത്. അങ്ങനെ മെമ്മോ തന്ന ആൾ. അത് കഴിഞ്ഞ് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ ഞാൻ ലീവ് എടുത്ത് പഠിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക,
ഈശ്വര നിശ്ചയം അങ്ങനെ അതൊരു 3 കൊല്ലം കഴിഞ്ഞാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു പക്ഷേ എനിക്കിത് സാധിച്ചോളുന്നില്ല. അപ്പം അങ്ങനെ ഒരുപാട് യാദൃശ്ചികതകളുടെയും ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഞാൻ ഡൽഹിയിൽ പഠിക്കാൻ ചെന്നു. ഡൽഹി പഠിക്കാൻ ചെന്നപ്പം ഇതിനേക്കാളൊക്കെ വിചിത്രമാണ് കാര്യം. ഞാൻ ഈ കസ്റ്റംസിലൊക്കെ പഠിച്ചിട്ട് വലിയ എന്താ പറയുക ഒരു വിദ്യാഭ്യാസ വിചക്ഷണനാണെന്നും പറയാൻ പറ്റാത്ത രീതിയിലാണല്ലോ പോകുന്നത്. വെറുതെ പോവുകയാണ്. അപ്പം അവിടെ അങ്ങനെയല്ല. അവിടെ പല വിഷയങ്ങളിലും അഗാധ പാണ്ഡിത്യമുള്ളവരാണ് സിവിൽ സർവീസ് പഠിക്കാൻ വരുന്നത്. അപ്പം അവിടെ കൂടെ ഞാൻ പോയിട്ട് അവിടെ റാവൂസ് IAS സ്റ്റഡി സർക്കിളിൽ ചേരുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് ആദ്യത്തെ ദിവസം ചെല്ലുമ്പോഴത്തേക്കും ഈ ഞങ്ങളുടെ കോഴ്സ് തുടങ്ങി 1-ാം ദിവസം കഴിഞ്ഞ്. അപ്പോൾ ഞാൻ ചെന്നിരിക്കുന്നത് ജനറൽ സ്റ്റഡീസ് ക്ലാസ്സിലാണ്. അപ്പം അവിടെയുള്ള അധ്യാപകൻ പഠിപ്പിക്കുന്നു. അപ്പോൾ അദ്ദേഹം പഠിപ്പിക്കുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ ഈ വിദ്യാർത്ഥികൾക്ക് അറിയാമെന്നുള്ളൊരു പ്രൊമൈസിലാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. പക്ഷെ അങ്ങനെ എനിക്കറിയില്ല. എനിക്ക് ആ പറയുന്ന കാര്യങ്ങൾ വലുതും എനിക്കറിയില്ല. അപ്പോൾ ലക്നൗ പാക്ട് എന്നൊരു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ലക്നൗ പാക്ട് എന്താണെന്ന് ആരും പറയുന്നില്ല. ഞാൻ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു സുഹൃത്തിനോട് ചോദിച്ചു, സുഹൃത്തെ, വാട്ട് ഇസ് ലക്നൗ പാക്ട്? അദ്ദേഹം വളരെ നികൃഷ്ട ജീവിയെ നോക്കുന്ന പോലെ എന്നെ നോക്കി. അതെ പറഞ്ഞ് ക്ലാസ് ശ്രദ്ധിക്കാൻ പറഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചു. വീണ്ടും ഈ ലക്നൗ പാക്റ്റിനെ അധികരിച്ചുള്ള ചർച്ചകൾ ഇങ്ങനെ നടക്കുകയാണ് ക്ലാസ്സിൽ. അപ്പോൾ ഞാൻ ഈ കഥ അറിയാതെ ആട്ടം കാണുന്ന പോലെ ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ലക്നൗ പാക്റ്റ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവസാനം ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചു, ബ്രേക്ക് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല സാറേ, ഈ സുഹൃത്തെ, ഈ ലക്നൗ പാക്റ്റ് എന്താണ്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആക്സെൻ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആംഗ്ലസൈസ്ഡാണ്. ആംഗ്ലസൈസ്ഡ് അല്ല, അമേരിക്കനൈസ്ഡാണ്. മെയിൻ എന്നാണ് പറയുന്നത്, മാൻ എന്നല്ല, മെയിൻ എന്നാണ് പറയുന്നത്. യു ഹവ് കം ഫോർ സിവിൽ സർവീസ് വിതൗട്ട് നോയിങ് വാട്ട് ലക്നൗ പാക്ട് ഇസ്. ഞാൻ സുഹൃത്തെ, എൻ്റെ അറിവില്ലായ്മ താങ്കൾ ക്ഷമിക്കുക, പറഞ്ഞു തരൂ. അപ്പോൾ അയാൾ പറഞ്ഞു, 1905 ലീഗും മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ പിരിഞ്ഞു. അത് കഴിഞ്ഞ് 1916 ലക്നൗ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ വെച്ച് ഇവരെ കൂട്ടിയോജിപ്പിക്കപ്പെട്ടു. വീണ്ടും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ആ കൂട്ടിയോജിപ്പിക്കലിൽ നിന്ന് ഉണ്ടായ ആ ഒരു ധാരണയാണ് ലക്നൗ പാക്ട് എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു തന്നാൽ പോരെ. പക്ഷെ അയാൾ അവിടെ നിർത്തുന്നില്ല. അയാൾ പറയാണ്, ബട്ട് വാട്ട് ആർ സർ ഇസ് സെയിങ് ഇസ് നോട്ട് ഓൾ കറക്റ്റ്. അക്കോർഡിംഗ് ടു പോസിബിൾ സ്പിയർ, പേജ് നമ്പർ 289, പാരഗ്രാഫ് നമ്പർ 3 എന്ന് പറഞ്ഞ് അദ്ദേഹം ആ പാരഗ്രാഫ് മുഴുവൻ കാണാതെ പറയുന്നു. എനിക്കിപ്പോഴും അറിയില്ല അങ്ങനെ പറയാൻ. അത് കഴിഞ്ഞ് അദ്ദേഹം പറയുന്നു, ബട്ട് മജുംദാർ ഇസ് എ ഡിഫറെൻറ്റ് ഒപ്പീനിയൻ. ഞാൻ ഈ പേരുകളൊക്കെ ആദ്യം കേൾക്കുക. പോസിബിൾ സ്പിയർ ആരാന്ന് എനിക്കന്നറിയില്ല, മജുംദാർ ആരാന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, റോമില താപ്പർ ഹസ് ഗോട്ട് എ ടോട്ടലി ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്. ഞാൻ ചോദിച്ചു, ഇതൊക്കെ ആരാണ്? അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ എൻ്റെ അജ്ഞതയുടെ ആഴമാണ്. എന്തും വേണ്ടി പഠിക്കണം. ഞാൻ വളരെ ഇൻറ്റിമിഡേറ്റഡായി. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് സംസാരിച്ച് ആകെ വിഷമിച്ചിരുന്നപ്പോൾ ഉണ്ട് ഒരാൾ കുറച്ച് വിഷണ്ണനായിട്ടൊരു മൂലക്കിരിക്കുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ വൈഷമ്യം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇവിടെ റൗസിൽ വരുന്നതുകൊണ്ട് എനിക്ക് ദിവസം ഒരു 12 മണിക്കൂറേ പഠിക്കാൻ പറ്റുന്നുള്ളൂ. ഇവിടെ വന്നില്ലെങ്കിൽ ഒരു 18 മണിക്കൂർ പഠിക്കാം. അപ്പോൾ എനിക്ക് 3 മണിക്കൂർ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. ഇത് രണ്ടും കൂടെ കേട്ടപ്പോൾ ഞാൻ അന്ന് എൻ്റെ ഈ മൊയ്തീൻ സാറും ഒരു കുട്ടികൃഷ്ണ സാറും ഉണ്ട്. ഇവർ രണ്ടുപേരും ഡൽഹി എയർപോർട്ടിലുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പോയി, അവർ താമസിക്കുന്നിടത്ത് പോയി. എന്നിട്ട് പറഞ്ഞു, സാറന്മാരെ, ഞാൻ പഠിത്തമൊക്കെ നിർത്തി, ഞാൻ തിരിച്ചു പോവുക. ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയല്ല, ഇതൊക്കെ വലിയ വലിയ ബുദ്ധിരാക്ഷസന്മാരുടെ ഏർപ്പാടാണ്. അപ്പോൾ അവരപ്പോൾ ആദ്യം ചിരിച്ചുകൊണ്ടിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പം മൊയ്തീൻ സാറിനെ ഒറ്റയ്ക്ക് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, കുട്ടികൃഷ്ണൻ ഞാനൊരു തീരുമാനിച്ചിട്ടുണ്ട്, നിന്നെ തിരിച്ച് കസ്റ്റമേഴ്സ് കയറ്റില്ല. ഞാൻ പറഞ്ഞു, സാറേ, എന്നെക്കൊണ്ട് പറ്റാത്ത പണിയായിട്ടാണ് സാറേ. പിന്നെ മാത്രമല്ല എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഇത്രയൊന്നും. ഇവിടെയൊക്കെ താമസിച്ച് പഠിക്കണമെങ്കിൽ ഒരുപാട് കാശ് വേണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് പൈസ ഇല്ലെങ്കിൽ ഞാൻ തരാം കാശ്, നീ തിരിച്ചു തന്നാൽ മതി. തിരിച്ച് നീ വരുന്ന പ്രശ്നമില്ല, നീ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. നിൻ്റെ കസ്റ്റമേഴ്സ് ഞാൻ കയറ്റില്ല, എനിക്ക് അതിനുള്ള സ്വാധീനമൊക്കെ ഉണ്ട്. നീ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ അത് പൂർത്തീകരിച്ചിട്ട് വന്നാൽ മതി. ഞാൻ 2 ദിവസം വിലപിച്ച് നോക്കി അവരടുത്ത്, ഒരയവുമില്ല. അപ്പം പിറ്റേന്ന് ഞാനപ്പോൾ ഈ ക്ലാസ്സിൽ പോകുന്നില്ല. അതിൻ്റെ പിറ്റേന്ന് ആയപ്പോൾ അവരെന്നോട് പറഞ്ഞു, നീ എന്താ അവിടെ കറങ്ങി നടക്കുന്നത്, ക്ലാസ്സിൽ പോടാ എന്ന് പറഞ്ഞ് ശകാരിച്ചെന്നെ വീണ്ടും തള്ളിവിട്ടതാ. ഞാൻ പറഞ്ഞ എല്ലാത്തിനും എന്താ പറയുക, ഈ എൻ്റെ അമ്മ പറയുന്ന പോലെ ഗുരുവായൂരപ്പൻ്റെ രൂപം പരവത്തി വരും.
വീണ്ടും ഞാൻ പോയി ശ്രമിച്ചു. പക്ഷേ ഏറ്റവും അത്ഭുതകരമായ സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ 18 മണിക്കൂർ പഠിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനും എനിക്ക് ഇതിനെക്കുറിച്ച് ക്ലാസ് എടുത്ത് തന്നെ പെർസിവൽ സ്പിയറിനെ കുറിച്ചും മജൂംദാറിനെ കുറിച്ചും റോമില താപ്പറിനെ കുറിച്ചും പറഞ്ഞു തന്ന വ്യക്തി അവർ രണ്ടുപേരും സിവിൽ സർവീസ് ക്വാളിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവുന്നു വാട്ട് വാസ് റോങ് വിത്ത് ദം എന്ന് നോക്കുമ്പോൾ വൺ പേഴ്സൺ ന്യൂ ടു മച്ച് ഓഫ് ഹിസ്റ്ററി. അയാളൊരു ഹിസ്റ്റോറിയൻ ആവേണ്ട, അയാൾ സിവിൽ സർവൻ്റ് ആവേണ്ട ആളല്ല. സിവിൽ സർവൻറ്റ് ഇസ് ഓൾവേസ് എ ജനറലിസ്റ്റ്. അയാൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു സാമാന്യനുള്ളൊരു വിവരവും ഏതെങ്കിലും 1-2 വിഷയത്തെക്കുറിച്ചൊക്കെ ആഴത്തിലുള്ള വിവരം ഉണ്ടാവണമെന്നാണ് ഒരു സിവിൽ സർവൻറ്റിനെ കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻ. മറ്റേ അദ്ദേഹം 18 മണിക്കൂർ പഠിക്കുന്ന ഒരുത്തൻ അവൻ്റെ പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കും. കാരണം അയാൾക്ക് 6 മണിക്കൂർ ഉറങ്ങാൻ കിട്ടുന്നു, ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. അങ്ങനെ പഠിക്കാൻ പാടില്ല. എല്ലാത്തിനും ഒരു ഓപ്റ്റിമം ഉണ്ടെന്ന് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നു. അന്ന് എനിക്ക് ഭയമായിരുന്നു, കാരണം ഇങ്ങനെയൊക്കെ പഠിക്കുന്നവരുടെ അടുത്താണല്ലോ ഞാൻ മത്സരിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഡോക്ടർ കെ ജയകുമാറിൽ നിന്ന് തുടങ്ങി അമ്മയുടെ വാക്കുകൾ, ഡോക്ടർ വേണുവിന് IAS കിട്ടിയപ്പോൾ അമ്മ ശകാരിച്ചു, അതിൽ നിന്ന് തുടങ്ങിയ ആ ഒരു ഇൻസ്പിറേഷൻ പിന്നീട് സിവിൽ സർവീസിലേക്ക് വരുന്നു. അപ്പോൾ അതിനുശേഷം അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി കാണും. അമ്മയ്ക്ക് സന്തോഷമായിരുന്നു തീർച്ചയായിട്ടും. പക്ഷേ അവർക്ക് എൻ്റെ ഫസ്റ്റ് ചോയ്സ് IPS ആയിരുന്നു. അതിനോട് അവർക്ക് പോലീസിലെ ജോലിയോട് അമ്മയ്ക്ക് ഭയങ്കര എതിർപ്പായിരുന്നു വലിയ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ASP സമയത്ത് എനിക്കൊരു ബോംബർ ഉണ്ടാവുകയും ഒരു 10-14 സർജറി നടക്കുകയൊക്കെ ചെയ്തായിരുന്നു. അത് ഏത് കാലയളവിലത്? അത് 1999 സെപ്റ്റംബർ 27 കണ്ണൂർ തലശ്ശേരി ASP ആയിരുന്നു ഞാൻ. ആദ്യം ജോയിൻ ചെയ്തത് കുന്നംകുളത്ത് ട്രെയിനി ആയിട്ടാണ്, തൃശ്ശൂർ. അന്ന് സന്ധ്യ മാഡവും പിന്നെ ഹേമേന്ദ്രൻ സാറുമായിരുന്നു എൻ്റെ ട്രെയിനിങ് SPs. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ശിക്ഷണത്തിൽ ഒരു വലിയ മിടുക്കനായെന്നൊക്കെ കരുതിയിട്ടാണ് നമ്മൾ വടകര ASP ആയിട്ട് ചാർജ് എടുക്കുന്നത്. 1 മാസം വടകര ഇരുന്നതിന് ശേഷം എന്നെ തലശ്ശേരി ASP ആയിട്ട് പോസ്റ്റ് ചെയ്യണം. തലശ്ശേരി ഒരു 4 മർഡർ നടന്നപ്പോൾ അവിടെ പോസ്റ്റ് ചെയ്യണം. ആ കാലഘട്ടത്തിലാണ് അടുത്ത വർഷം, അത് നവംബർ 98 തോന്നുന്നുണ്ട്. കറക്റ്റ് നവംബർ 98 കൃത്യം ഡേറ്റ് ഓർമ്മയില്ല. അടുത്ത വർഷം സെപ്റ്റംബർ 27 എന്നെ ബോംബ് പറയുന്നത്. പാത്തിപ്പാല എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് ബോംബ് പറയുന്നത്. അതെല്ലാം ആയപ്പോഴത്തേനും അമ്മയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷനായി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ പോലീസിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ശത്രുക്കൾ ഒരുപാടുണ്ടാവും. ഇപ്പോൾ ഒരു പെറ്റീഷൻ നമ്മുടെ അടുത്ത് വന്നാൽ അതിൻ്റെ ഒരു കൗണ്ടർ പെറ്റീഷൻ ഉണ്ടാവും. ഏതെങ്കിലും ഒരാളുടെ ഭാഗം മാത്രമേ ന്യായമാവുകയുള്ളൂ. എല്ലാവർക്കും സന്തോഷം കൊടുക്കാൻ പറ്റുന്നൊരു ജോലിയല്ല പോലീസിലുള്ളത്. അപ്പം നമ്മളിൽ നിന്ന് സന്തോഷം അല്ലെങ്കിൽ നീതി ലഭിച്ചില്ല എന്ന് കരുതുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടാവും. അവരുടെ ഭാഗമാണ് ശരിയെന്ന് കരുതുന്നത്. അതിലൊരു 10% എപ്പോഴും നമുക്ക് ശത്രുക്കളായി വരികയും അവരുടെ പരാതികളും അവർ നമുക്കെതിരെ നടത്തുന്ന ന്യായമല്ലാത്ത പ്രവൃത്തികളും ഒക്കെ നമ്മൾ നേരിടേണ്ടി വരും. ഇതെല്ലാം അമ്മയെ വളരെയധികം വിഷമിപ്പിക്കുകയും ചകിതയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊഴിച്ചാൽ അമ്മയ്ക്ക് ജീവിത വിജയം നേടി മകൻ ഉദ്ദേശിച്ചതിനേക്കാൾ അപ്പുറത്ത് എന്നുള്ളതിൽ തീർച്ചയായിട്ടും ചാരിതാർത്ഥ്യ സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു. എന്താ പറയുക, ആ പദവിയുടെ എന്താ പറയുക, ആ പ്രതാപമൊക്കെ കണ്ടിട്ട് തന്നെയാണ് എൻ്റെ അമ്മ മരിച്ചതെന്നുള്ളൊരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. ഈ 30 വർഷ കാലയളവിൽ ഒരു പോലീസിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ടോ തിരിഞ്ഞു നോക്കുമ്പോൾ? ഒരുപാട് ഇനിയും ചെയ്യാമായിരുന്നു എന്നുള്ള ചിന്ത എന്നെ അലട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പരിധിയുണ്ട് ചെയ്യാവുന്നതിന്. പിന്നെ നമ്മളിപ്പോൾ ഒരു എല്ലാ നിയമങ്ങളും പാലിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടായിരിക്കും, എല്ലാവരും അങ്ങനെയൊക്കെ. പക്ഷെ എന്നാൽ തന്നെയും എനിക്ക് കുറേ കൂടെ എഫിഷ്യൻ്റായിട്ട് ജോലി ചെയ്യാമായിരുന്നില്ലേ എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. എൻ്റെ പൂർണ്ണ ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഞാൻ റിയലൈസ് ചെയ്തതെന്ന് വെച്ചാൽ ഇല്ലയെന്ന് തന്നെ വേണം പറയാൻ. കുറേയൊക്കെ മടിയും കുറേയൊക്കെ അലസതയും പിന്നെ കുറേ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ചില തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഏത് നല്ല കാര്യം ചെയ്താലും നമ്മുടെ നാട്ടിലൊരു പ്രത്യേകതയുണ്ട്, അത് വിമർശിക്കപ്പെടും. ഒരു IPSകാരന് സർക്കാരിൽ എത്രമാത്രം സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ കഴിയും? IPSകാരനാണെങ്കിലും IASകാരനാണെങ്കിലും നമ്മൾ ആരും തന്നെ, ഇനി IFS ആണെങ്കിലും ഏത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും അയാളൊരു സോഷ്യൽ റിഫോമർ അല്ല. സോഷ്യൽ റിഫോമേഴ്സോ അല്ലെങ്കിൽ നിയമജ്ഞരും സാമാജികരും, ഇങ്ങനെ 3 വിഭാഗമുണ്ട്. ഇപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ആകത്തുകയായിട്ടാണ് നമ്മുടെ സർക്കാരിൻ്റെ, ഏത് സർക്കാരാണെങ്കിലും ആ സർക്കാരിൻ്റെ ഒരു പോളിസി രൂപീകരിക്കപ്പെടുന്നത്. ആ പോളിസി നിയമാനുസൃതമായി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് തീരുമാനിക്കേണ്ട പരിമിതമായ ജോലി മാത്രമേ IPSകാരനും IASകാരനുള്ളൂ.
അതിനപ്പുറത്തേക്ക് പോകുന്നവർക്കാണ് ഈ പാരതന്ത്ര്യം ഫീൽ ചെയ്യുന്നത്. ഞാൻ പിന്നെ പല സിനിമകളിലൊക്കെ കാണാറുണ്ട്, പല ആൾക്കാരും പറയാറുണ്ട്, വിദ്യാഭ്യാസവും കഴിവുള്ളതൊക്കെ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കില്ല. അതൊക്കെ അബദ്ധജടിലമായ ധാരണകളാണ്. ഞാൻ ഒരുപാട് രാഷ്ട്രീയക്കാരെ ഞാൻ കണ്ടിട്ടുള്ളതിൽ അവർ നമ്മളെക്കാളൊക്കെ പരിണിതപ്രജ്ഞരും ജനങ്ങളെ അറിയാവുന്നവനും നമ്മളൊരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ മനസ്സിലാക്കുന്നവരാണ്. അപൂർവം ചിലർ അങ്ങനെ അല്ലാതെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടാകാം. അതിപ്പം പോലീസിലാണെങ്കിലും എവിടെ ആണെങ്കിലും എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. പക്ഷെ ഞാൻ കണ്ടതിൽ 90% രാഷ്ട്രീയക്കാർ നമ്മളെക്കാൾ, അതായത് ഒരു ഉദ്യോഗസ്ഥനേക്കാൾ വിശാലമായ വീക്ഷണകോൺ ജനങ്ങളെ സംബന്ധിച്ചുള്ളവരാണ്. അതിനനുസരിച്ച് നിൽക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതൊരു പാരതന്ത്ര്യമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. ചില കാര്യങ്ങളിൽ ചിലപ്പോൾ നിയമത്തിനപ്പുറത്തേക്കുള്ള ചില നിർദ്ദേശങ്ങളോ ആവശ്യങ്ങളോ വന്നെന്നിരിക്കാം. അതിൽ 95% ഞാൻ പറയുന്നു പറഞ്ഞു കൊടുത്തപ്പോൾ മനസ്സിലായിട്ടുള്ളവർ തന്നെ ഉള്ളൂ. പിന്നെ പറയുന്നതിനൊരു രീതിയൊക്കെ ഉണ്ട്. നമ്മൾ എന്താ പറയുക, നമ്മൾ സിനിമകളിലൊക്കെ പറഞ്ഞ് കാണുന്ന മാതിരി ധിക്കരിച്ച് പറയേണ്ട കാര്യമോ ഒന്നുമില്ല. വളരെ വിനയത്തോടു കൂടി, വളരെ സ്നേഹമസൃണമായി, സാർ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇങ്ങനൊരു ഭവിഷ്യത്ത് വരാനുണ്ട്, അത് ഗുണമല്ലല്ലോ സാർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവാതെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ യഥാർത്ഥത്തിൽ എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. അപ്പം നമ്മുടെ മാൻഡേറ്റ് എന്താണെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിച്ച് പോകുമ്പോഴാണ് ബുദ്ധിമുട്ട്. നമ്മൾ പറയുന്നത് മാത്രമാണ് ശരി, അങ്ങനെയുള്ളവർ ഈ പണിയിലിരിക്കേണ്ട. അവർ സ്വന്തമായിട്ട് ഇപ്പം നമുക്കറിയാവുന്ന ഒരുപാട് പിന്നെ ഉദ്യോഗസ്ഥർ തന്നെ IAS കാരും IPS കാരും ഒക്കെ രാജിവെച്ച് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയും അവർ MLA മാരാവുകയും MP മാരാവുകയും മന്ത്രിമാരാവുകയും ചെയ്തിട്ടുള്ളവരുണ്ട്. ആ പന്ഥാവ് പിന്തുടരാമല്ലോ. ഈ വഴിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ചട്ടക്കൂടിനകത്ത് കൃത്യമായി നിൽക്കണമെന്നും ആ നിൽക്കുന്നതിൽ ഊറ്റം കൊള്ളണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പലപ്പോഴും ഇപ്പം ഞാനിപ്പോൾ 10-30 സർവീസ് ആകുമ്പോൾ നമ്മൾ താലോലിച്ച് നടന്നിട്ടുള്ള ചെറുപ്പക്കാർ എന്ന് പറഞ്ഞാൽ കുഞ്ഞുനാളിൽ നമ്മൾ പിന്നെ കാണുകയും കളിയാക്കുകയും സ്നേഹമസൃണമായി ഉപദേശിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ചില സമരമുഖത്തൊക്കെ വന്ന് നമ്മളുമായിട്ട് ഏറ്റുമുട്ടി പിന്നെ നമ്മൾ ആശുപത്രി കൊണ്ടുപോകേണ്ടി വന്നിട്ടുള്ള ആൾക്കാർ, ഇത് ലാത്തി ചാർജൊക്കെ കഴിഞ്ഞിട്ട്, അവർ ചിലപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് MLA മാരായും മന്ത്രിമാരായും ഒക്കെ വരുന്ന സാഹചര്യങ്ങളുണ്ടാകാം. ഇപ്പോൾ ചിലരെയൊക്കെ ഞാൻ പോയി ഇന്നലെ വരെ എടാ പോടാന്ന് ഞാൻ വിളിച്ചിട്ടുള്ള ആളുകളെ ഇന്ന് രാവിലെ ചെന്ന് എനിക്ക് സല്യൂട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതൊരു അപചയമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളപ്പോൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാറേ നിങ്ങൾ എന്നോട് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ തിരിച്ച് വളരെ സ്നേഹമസൃണമായി പറയും, സാറേ ഇന്ന് സാറ് ഇന്നാരാണ്, ഞാൻ സാറിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ്, ഇന്നലെ വരെ അങ്ങനെ ആയിരുന്നിരിക്കില്ല. അത് അങ്ങനെ ആ നിയമവും ആ എന്താ പറയുക ഡിസിപ്ലിനും ആണ് എൻ്റെ സർവീസിൻ്റെ ശോഭ എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. മാറുന്ന റോളുകൾക്കനുസരിച്ച്, സമൂഹത്തിലെ വ്യതിയാനങ്ങൾക്കനുസരിച്ച് മാറാൻ കെൽപ്പുള്ളവരായിരിക്കണം സിവിൽ സർവൻറ്റ്. ഈ 30 വർഷത്തെ പോലീസ് ജീവിതത്തിനിടയിൽ ഏറ്റവും മനോഹരമായ കാലയളവ് ഏതായിരുന്നു? ഒരുപാട് പീഡനപർവങ്ങളും കഷ്ടപ്പാടുകളും. ഞാൻ എല്ലായിടത്തും പറയുന്നൊരു ഉദാഹരണമുണ്ട്, ചെയ്യാത്ത തെറ്റിന് അപമാനം കേൾക്കുകയും ഒരു പക്ഷേ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ചെയ്തില്ല. അങ്ങനെ എനിക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എനിക്കിതുവരെ. പക്ഷെ അവമാനം ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് അത് സത്യമല്ല എന്ന് തിരിച്ചറിഞ്ഞു എന്ന് ആരെങ്കിലും പറയുമ്പോൾ കേൾക്കുന്ന നിമിഷങ്ങളൊക്കെ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പം വളരെ സന്തോഷമായിട്ട് തോന്നിയിട്ടുണ്ട്. ഒന്ന് ഒരു സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ ബോംബിൻ്റെ സംഭവം പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ തലശ്ശേരിയിലെ സാധാരണ ജനങ്ങൾക്ക് എന്നോട് ഒരുപാട് സ്നേഹമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ദിവസമുണ്ട്. ഒരുപാട് ഉമ്മമാരെനിക്ക്, ഞാനന്ന് 74 കിലോ ഉണ്ടായിരുന്നു ഞാൻ ഈ ബോംബ് പറ്റുമ്പോൾ. ഈ ചികിത്സ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും 85-86 കിലോ വെയിറ്റായി. അത് മുഴുവൻ തലശ്ശേരിയിലുള്ള ഉമ്മമാരുടെ പാചകത്തിൻ്റെ മികവാണ്. അവർ എന്നും എനിക്ക് എന്താ പറയുക പൊരിച്ച പത്തിരിയും ചട്ടിപ്പത്തിരിയും മട്ടൺ കറിയൊക്കെ കൊണ്ടുത്തരുമായിരുന്നു. ഒരു പരിചയമില്ലാത്തവർ. അപ്പം അങ്ങനെ ഒരുപാട് ഒരു പരിചയമില്ലാത്ത വ്യക്തികളുടെ മനസ്സിൽ എവിടേക്കും ഒരു സ്ഥാനം നേടാൻ പറ്റി എന്നുള്ളതും, പിന്നെ ചിലരും നമ്മൾ വളരെ അപൂർവമായ ആൾക്കാർ നമ്മളോട് നന്ദി പറയാറുള്ളൂ. പോലീസിന് അങ്ങനെ പ്രത്യേകതയുണ്ട്. പോലീസ് ചെയ്യുന്ന ജോലി എത്ര നന്നായാലും
ആൾക്കാർ നന്നായതിന് ക്രെഡിറ്റ് തരുന്നത് വളരെ കുറവാണ്. പക്ഷെ അപൂർവം ചിലർ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ ഓർമ്മകളുമൊക്കെയാണ് സത്യം പറഞ്ഞാൽ സന്തോഷം എന്ന് പറയാനുള്ളത്. പിന്നെ പൊതുവേ ഞാൻ എൻ്റെ കുടുംബത്തിൽ വളരെ സന്തുഷ്ടനാണ്. ബേസിക്കലി എനിക്ക് ഞാൻ എന്താ പറയുക, കണ്ടൻ്റ് ആണെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ. കണ്ടൻമെൻറ്റും സക്സസ്സും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ മൊത്തത്തിൽ ഒരു പീരീഡ് എടുത്ത് പറയാറില്ലെങ്കിലും പിന്നെ ഈ അവസാന കാലമൊക്കെ ആയപ്പോഴത്തേക്കും ഇനി ഇപ്പോൾ പ്രത്യേകിച്ച് DGP കൂടെ ആയി കഴിഞ്ഞപ്പം ഒരുവിധം മനസ്സമാനമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രൊമോഷൻ തടയണമെന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ശത്രുക്കൾ, അതിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ശത്രുക്കൾ എനിക്കുണ്ട്. അവരെന്തിനാണ് എൻ്റെ ശത്രുത വെച്ച് പുലർത്തുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അങ്ങനെയുള്ള വ്യക്തികളുടെയൊക്കെ തീക്ഷ്ണ ശരങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് എപ്പോഴും ഒരു റിലീഫാണ്. ഇടക്കാലത്ത് ഒന്ന് കാലിയിടറിയോ? 2013 ഫെബ്രുവരി 6 വിവാദ വ്യവസായി റൌഫുമായിട്ടുള്ള കണക്ഷൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. അത് ഇടയ്ക്കൊന്ന് എപ്പോഴും ഒരേ സർവീസിൽ ഒരേ രീതിയിൽ പോകാൻ പറ്റില്ല. ചിലപ്പം മനുഷ്യനാണ്, ഇടയ്ക്കൊന്ന് വഴിമാറി ചിന്തിക്കാം. അങ്ങനെ പറ്റിയതാണോ? ഒരു വഴിമാറലും ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ അത് വലിയൊരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് അങ്ങനൊരു സസ്പെൻഷൻ വന്നത്. അത് ആ സസ്പെൻഷൻ തീർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എഴുതി തന്ന കടലാസുകൾ, സർക്കാർ എഴുതി തന്ന കടലാസുകളിൽ തന്നെ അത് വ്യക്തമാണ്. പക്ഷേ ഇപ്പം നിങ്ങളുടെ ഓർമ്മയിൽ സസ്പെൻഷൻ അല്ലാതെ എങ്ങനെ അത് തീർന്നു എന്നുള്ളത് വ്യക്തമല്ല. അപ്പോൾ അന്ന് സത്യം പറഞ്ഞാൽ ഇദ്ദേഹം എനിക്ക് ഒരുപാട് നിർണായകമായ വിവരങ്ങൾ തന്നിട്ടുള്ളൊരു ഇൻഫോർമറായിരുന്നു റൌഫ്. അദ്ദേഹം തന്ന ഒരുപാട് നിർണായകമായ കാര്യങ്ങൾ വെച്ചിട്ട് ഒരുപാട് കേസുകൾ എനിക്ക് പിടിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ അന്ന് ഒരുപാട് ഇപ്പോൾ ഇദ്ദേഹം വളരെ വിവാദ പുരുഷനായതുകൊണ്ട് ഒരുപാട് തെറ്റിദ്ധാരണ അതിനെ സംബന്ധിച്ച് പരക്കാനിട വന്നു. ആ ഇട വന്നതനുസരിച്ച് അന്നത്തെ സംവിധാനത്തിൽ നിന്ന് അങ്ങനെ ഒരു നിയമ നടപടി എനിക്കുണ്ടായി. അത് സത്യമാണ്. പക്ഷെ അതിനെക്കുറിച്ച് അന്വേഷണം കഴിഞ്ഞപ്പോൾ ഞാൻ നിരപരാധിയാണെന്ന്, ഞാൻ ഈ പറഞ്ഞ ഒരു തരത്തിലുള്ള ഇടപാട് അദ്ദേഹമായിട്ടില്ലെന്ന്, അന്ന് ഒരു വാർത്തയൊക്കെ വന്നെന്നുണ്ടെങ്കിൽ എനിക്കും റൌഫിനും കൂടെ കുടകിൽ ഭൂമി ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പം എന്നോട് ചില മാധ്യമപ്രവർത്തകർ സുഹൃത്തുക്കളൊക്കെ ചോദിക്കേണ്ടായി, അത് ആ ഭൂമി എവിടെയാണ്? ഞാൻ പറഞ്ഞു, ആ ഭൂമി നിങ്ങൾ കണ്ടുപിടിച്ച് തരാണെങ്കിൽ അതിൽ മുഴുവനും നിങ്ങളെടുത്തിട്ട് ഒരു 25% അതിൽ നിന്ന് എനിക്ക് തന്നാൽ മതി എന്ന് ഞാൻ തമാശയായിട്ട് തിരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം അന്ന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ആ തെറ്റിദ്ധാരണ പുറത്ത് ഞാനെന്തോ ഇദ്ദേഹവുമായിട്ട് വലിയ വ്യവസായം നടത്തുകയെന്നോ ഒക്കെ പറഞ്ഞു. അവസാന അന്വേഷണമൊക്കെ കഴിഞ്ഞപ്പം ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയും ഇപ്പോഴത്തെ വ്യവസായ മന്ത്രിയായിരുന്ന കുഞ്ഞാലിക്കുട്ടി സാറും എല്ലാവരോടും തീരുമാനിച്ച് ഞാൻ നിരപരാധിയാണെന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഒഴിഞ്ഞു പോയത്. 4.5 മാസം ഞാൻ ആ ബുദ്ധിമുട്ട് അനുഭവിച്ചു. സസ്പെൻഷനിലായിരുന്നു. അന്ന് ഒരുപാട് മാധ്യമ ശ്രദ്ധ കയ്യിൽ വന്നു. അതെല്ലാം കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞപ്പോൾ എൻക്വയറി കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്ത് ആകെ കാര്യമായിട്ട് തെളിയിക്കപ്പെട്ടൊരു സാധനം എന്ന് പറയുന്നത് ഞാൻ വേറൊരാളുടെ ഫോൺ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ വേറൊരാളുടെ ഫോൺ ഉപയോഗിച്ചു, വേറൊരു ഉദ്യോഗസ്ഥൻ ഞാൻ കള്ളക്കേസ് കൊടുക്കാൻ നോക്കി. ഇതെല്ലാം ഇനി മേലാൽ ചെയ്യരുത് എന്ന് പറഞ്ഞ് ഒരു താക്കീതും തന്ന് അവസാനിപ്പിച്ചു. ശരി, താക്കീത് നല്ല കാര്യമാണല്ലോ. താക്കീതെന്ന് പറയുന്നത് നമ്മൾ ഒരു തരത്തിലും സർവീസിനെ ബാധിക്കാത്തൊരു കാര്യം. ഞാൻ മിണ്ടാൻ പോയില്ല. വീണ്ടും ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു കത്ത് വരുന്നു. അത് നമ്മൾ ഈ IPS ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥരുടെ നേരെ എന്തെങ്കിലും നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നടപടി സെൻട്രൽ ഗവൺമെൻറ്റിനെ അറിയിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഫയലും അങ്ങോട്ട് കൊടുക്കണം. ഇപ്പോൾ DOPT, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ട്രെയിനിങ് എന്നൊരു കത്ത് വരുന്നു സർക്കാരിലേക്ക്. ഈ ഫയൽ പരിശോധിച്ചിട്ട് ഈ ഉദ്യോഗസ്ഥനെ താക്കീത് നൽകാൻ പോലുമുള്ള ഒന്നും കാണുന്നില്ലല്ലോ. അതുകൊണ്ട് ഒന്നുകിൽ താക്കീത് പിൻവലിക്കുക, അല്ലെങ്കിൽ അദ്ദേഹം വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡിൽ കൊണ്ടുവന്നതിനുള്ള ശിക്ഷ അദ്ദേഹത്തിന് കൊടുക്കുക. സ്റ്റാറ്റ്യൂട്ടറി പണിഷ്മെൻറ്റ് ഷുഡ് ബി ഗിവൺ ഓർ ദ വാർണിംഗ് റെക്കോർഡഡ് മേ ബി വിത്ഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കത്ത് ബഹുമാനോട് ചീഫ് സെക്രട്ടറി കിട്ടുകയാണ്. എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ജിജി തോമസൺ സാറാണെന്ന് തോന്നുന്നു ചീഫ് സെക്രട്ടറി. ദ ഗവൺമെൻറ് ഇസ് പ്ലീസ് ടു re-examine the matter in detail and has come to the conclusion that the warning accorded to the officer is totally unwarranted and hence the warning hereby accorded is withdrawn എന്ന് മുന്നൊരു കത്തും കൂടെ കിട്ടി. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ ജീവിതത്തിലെ ഒരു ബുദ്ധിമുട്ടുള്ള ഏട്. ആ സമയത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നു. കാരണം അന്ന് വരെ എൻ്റെ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരില്ല എന്നൊരു ഭയങ്കര, ചെയ്തതൊക്കെ സത്യമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ അപകടം വരില്ല. പക്ഷെ അങ്ങനെയല്ല. അല്ലെങ്കിലും അപ്പോൾ അന്ന് തൊട്ട് എനിക്ക് പറ്റിയൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ കുറച്ചും കൂടെ വിശാലമായിട്ട് അപകടത്തിൽ വരുന്നവരെ
വിശകലനം ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഒരാൾ സസ്പെൻഷനായി എന്നുള്ളതുകൊണ്ട് മാത്രം അയാൾ കൊള്ളക്കാരനാണെന്ന് ഞാനങ്ങ് തീരുമാനിക്കില്ല. എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചാൽ പല അനുഭവങ്ങളല്ല, അങ്ങനെ ഒരു അനുഭവത്തിലൂടെ പഠിക്കാൻ വേണ്ടിയായിരിക്കും എനിക്ക് അങ്ങനെ ഒരു അനുഭവം വന്നതെന്ന് ഞാൻ കരുതുകയാണ്. ഈ ബുദ്ധിമുട്ടുള്ള ഈ കാലയളവിന് ശേഷം പിന്നീട് ബുദ്ധിമുട്ട് അനുഭവിച്ചത് 2018-19 ശബരിമലയിലായിരുന്നു ഡ്യൂട്ടി. സ്ത്രീ പ്രവേശന വിധി വന്നു. ഒരുപാട് സ്ത്രീകൾ ശബരിമലയിലേക്ക് കയറാൻ വരുമ്പോൾ പ്രത്യേകിച്ച് ഹെൽമെറ്റൊക്കെ ഇട്ട് വരുമ്പോൾ അതിൻ്റെ കൂടെ അനുഗമിച്ച് വരുന്ന ഈ ശ്രീജിത്തിനെ കാണാൻ പറ്റി. ശബരിമല ശാസ്താവ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സൈന്യാധിപനാണ് എൻ്റെ മനസ്സിൽ. അദ്ദേഹത്തിൻ്റെ ഐതിഹ്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം ഏതോ ഒരു വലിയ സർവ്വസൈന്യാധിപതി, പാണ്ഡ്യപ്പടയുടെയോ അല്ലെങ്കിൽ അവിടെയുള്ള ആദിവാസി സമൂഹത്തിലെ ആൾക്കാരുടെയോ ഒക്കെ ഒരു നേതാവായിരുന്ന ഒരു മഹാനായ യോദ്ധാവായിട്ടാണ് ഞാൻ അദ്ദേഹത്തിനെ എപ്പോഴും മനസ്സിൽ കാണാറുള്ളത്. ഞാനെപ്പോഴും അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുകയും എൻ്റെ അയ്യപ്പൻ എന്ന് ഞാൻ കാണുന്നത്, അയ്യ എന്നുള്ള വാക്ക് പോലും മലയാള വാക്കല്ല എന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ ശാസ്ത്രരൂപത്തിലുള്ള ആരാധന നടക്കുന്നൊരു ക്ഷേത്രമായിട്ട് ഇപ്പോൾ അതിനെ നമ്മൾ കാണുന്നു. അയ്യനും അപ്പനുമായിട്ടുള്ള ആളാണ് അയ്യപ്പ എന്ന് പറയുന്നത്. ഞാനും ആ സങ്കല്പത്തിൽ തന്നെയാണ് അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ളത്. ഞാൻ അന്ന് എൻ്റെ നിക്ഷിപ്തമായ ജോലി ഒരു സേനാനി എന്നുള്ള നിലയ്ക്ക്, ഒരു യോദ്ധാവ് എന്നുള്ള നിലയ്ക്ക് നിർവഹിക്കുക എന്നുള്ളതാണ് സ്വധർമ്മം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമാണ്. പലപ്പോഴും നമ്മുടെ ചെയ്യേണ്ടി വരുന്ന പ്രവൃത്തി സ്വധർമ്മം എന്ന് നമ്മൾ കർക്കശത്തോടു കൂടിയുള്ള നിലപാടെടുക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ നമുക്ക് വിങ്ങലുകളുണ്ടായെന്നിരിക്കാം. പക്ഷെ ആ വിങ്ങലൊന്നും നമ്മളെ സ്പർശിക്കാൻ പാടില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എതിർപക്ഷത്ത് നിൽക്കുന്നത് സ്വന്തം ബന്ധുവാണെങ്കിലും അച്ഛനാണെങ്കിലും യുദ്ധം ചെയ്യേണ്ട സാഹചര്യം വന്നാൽ യുദ്ധം ചെയ്യണം എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാനന്ന് എൻ്റെ ഭഗവാനോട് പ്രാർത്ഥിച്ച ഒരു കാര്യമേ ഉള്ളൂ. അന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞതായിരിക്കും, അന്ന് കരയുന്ന ഒരു ദൃശ്യം ഉണ്ടായിരുന്നു. അതെ, കരച്ചിൽ വളരെ വ്യക്തിപരമായി ഞാനും എൻ്റെ ഭഗവാനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ്. അന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് 12 രാജകുടുംബാംഗങ്ങളാണ്. ശശികുമാരവർമ്മയും വേറെ നാരായണവർമ്മ, അങ്ങനെ 2 പേര് അവിടെ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അവരവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എൻ്റെ ശ്രദ്ധ തെറ്റിപ്പോയത്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കരയാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കില്ല. ഞാൻ മാറി എന്ന് ഒളിഞ്ഞതേ കരയുള്ളൂ. അപ്പം മാധ്യമങ്ങൾ വലതുവശത്ത് ഇരിക്കുന്നത് ഇവരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് എന്നുള്ള അങ്ങനെ ആയിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ അതിൽ ഏതോ ഒരു ക്യാമറമാന്, കുബുദ്ധി എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല, അദ്ദേഹത്തിന് തോന്നിയ ഒരു സൽബുദ്ധി എന്തോ എൻ്റെ കണ്ണുനീരൊപ്പാൻ തോന്നി. ഏത് ക്യാമറയിലൊപ്പാൻ, അല്ലാതല്ല. പക്ഷെ എൻ്റെ മനസ്സിലന്ന് ഞാൻ എൻ്റെ ഭഗവാനോട് പറഞ്ഞതെന്ന് വെച്ചാൽ, അന്ന് ഒരു പക്ഷേ അവിടെ തീവ്രമായ ഒരു ലാത്തി ചാർജ് നടത്തേണ്ടി വന്നിരുന്നതിനെ, ഒരു പക്ഷേ കുറച്ചുകൂടെ ബലം പിടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ ലാത്തി ചാർജ് നടന്ന അയ്യപ്പ ഭക്തരെ അടിച്ചു പിടിക്കുന്നത് ഒരു മറ്റൊരു അയ്യപ്പ ഭക്തന് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അങ്ങനെയുള്ള സാഹചര്യം നിന്നൊക്കെ എന്നെ രക്ഷിച്ചു തന്ന മഹാബാഹോ, നീ എത്ര വലിയവനാണെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ആ കണ്ണീരാണ്. ആ സമയത്ത് നമുക്ക് ചെയ്യേണ്ട ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല, ചെയ്തേ പറ്റൂ. എന്നാൽ നമുക്ക് നമ്മളെ വ്യക്തിപരമായ ആത്മസംഘർഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനോട് പൊരുത്തപ്പെടാനുള്ള വഴി നമ്മൾ നോക്കിയേ പറ്റൂ. ഇത് രണ്ടും എൻ്റെ ഭഗവാന്റെ മുമ്പിലാണ് ഞാൻ കാണിച്ചത്. ഭഗവാനും എൻ്റെ ദൈവവുമായിട്ട്, എൻ്റെ ഈശ്വരനുമായിട്ടുള്ള എൻ്റെ സംവേദനമാണ്. സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു ആ ക്യാമറമാനോട്. വിഷമം തോന്നി. കാരണം എന്ന് വെച്ചാൽ എൻ്റെ അത്രയും വ്യക്തിപരമായ എൻ്റെ നിമിഷങ്ങൾ ഒപ്പിയെടുത്ത്, കാരണം അന്ന് വളരെ രസകരമായ സാഹചര്യം, ഞാൻ ഈ സ്ത്രീകളെയും കൊണ്ട് ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് നേരെ ഒരുപാട് ആക്ഷേപമുണ്ടായി. പോലീസ് യൂണിഫോം ഈ സ്ത്രീകൾക്ക് കൊടുത്തു എന്നുള്ളതായിരുന്നു ഒരു ആക്ഷേപം. അത് പോലീസ് യൂണിഫോം അല്ല കൊടുത്തത്, ഹെൽമെറ്റും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ നിറം പോലീസിൻ്റെ കാമഫ്ലോജ് യൂണിഫോമിൻ്റെ നിറമായിരുന്നുകൊണ്ടാണ് ആൾക്കാരങ്ങനെ യൂണിഫോമാണെന്ന് പറഞ്ഞത്. ഇത് നമ്മൾ കൊടുത്തേ പറ്റൂ. എവിടെ? ഇപ്പം ഞാൻ ഉദാഹരണം ഞാൻ പറയാം. പ്രളയ സമയത്ത് നമ്മൾ ഒരാളെ രക്ഷിക്കാൻ പോകുന്നുണ്ട്. അയാൾക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ലൈഫ് ജാക്കറ്റിന് പോലീസ് യൂണിഫോമിൻ്റെ കളറായിരിക്കും. അതിൻ്റെ അകത്തത് പോലീസ് യൂണിഫോം എന്നല്ല, അയാളുടെ രക്ഷയാണ്. പോലീസിന് യൂണിഫോം തന്നിരിക്കുന്നത് എന്തിനാ? ജനങ്ങളെ രക്ഷിക്കാനാണ്. ഈ ഹെൽമറ്റും ഇല്ലായിരുന്നെങ്കിൽ അന്ന് അതിലൊരു സ്ത്രീയുടെ തല പൊട്ടിച്ചെറിപ്പോണ്ടതാണ്. കാരണം ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇത്രയും കരുതലോട് പോയിട്ട് പോലും ഒരാൾ അയാളുടെ ഇരുമുടിയുള്ള തേങ്ങ
ഇരുമുടിക്ക് തേങ്ങ ഇട്ടിട്ട് ഒരു സ്ത്രീയുടെ തലയ്ക്ക് അടിക്കുകയുണ്ടായി. അത് ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് മാത്രം ഞങ്ങൾ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് പെട്ടെന്ന് നടന്ന സംഭവം അത്. പിന്നെ ഞങ്ങൾ അദ്ദേഹത്തെ തടുക്കുകയും മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ കൂട്ടത്തിൽ വരുന്നൊരു പ്രതിയാണെങ്കിൽ പോലും, നല്ലവനാണെങ്കിൽ പോലും, തിന്മയുള്ളവനാണെങ്കിൽ പോലും അവൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ള പോലീസിൻ്റെ മൗലികമായ ചുമതലകളാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. അത് ചെയ്തു. അത് കഴിഞ്ഞു, കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ അത് കഴിഞ്ഞ് ഒന്ന് ഭഗവാനെ തൊഴാൻ വേണ്ടി വീണ്ടും ഞാൻ കയറുകയാണ് മുകളിലേക്ക്. ആ കയറുമ്പോൾ എന്നെ കാണുമ്പോൾ വളരെ വൈരാഗ്യത്തോടു കൂടിയാണെന്ന് ശരണം വിളിക്കുന്ന രസമാണ്. സ്വാമിയെ, അയ്യപ്പോ, ഇങ്ങനെ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി വിളിച്ചിരുന്ന ഒരുപാട് ഭക്തന്മാരെ ഞാൻ കണ്ടു. അപ്പം ഞാൻ അവരോട് മനസ്സുകൊണ്ട് ഞാൻ പറഞ്ഞു, ഭഗവാനോട് ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതാണ്, ഭഗവാന് കാണാം എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് പോയി നിന്ന്. ആ നേരത്തെ ഞാൻ അവിടെ നിന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞത് എൻ്റെ തികച്ചും വ്യക്തിപരമായ ഒരു നിമിഷമാണ്. അത് ഇയാൾ എൻ്റെ അനുവാദമില്ലാതെ എടുത്ത് കൊടുത്തതിലുള്ള കുണ്ഠിതവും നല്ല വിഷമമൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഈശ്വര നിശ്ചയമായിട്ടാണ് എനിക്ക് തോന്നുന്നു അങ്ങനെ അന്ന് സംഭവിച്ചതും. അന്ന് എനിക്ക് ഇവർ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് ഇവരെ ആയിരിക്കുമല്ലോ ഫോക്കസ് ചെയ്യുന്നത്. കാരണം അന്ന് വളരെ ഇവരുമായിട്ടുള്ള പ്രശ്നങ്ങളും വിവാദവും ചർച്ചകളൊക്കെ നടക്കുന്ന സമയമാണ്. ഞാനവിടെ അപ്രസക്തമാണല്ലോ. എൻ്റെ ജോലി കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകാൻ പോവാം. പക്ഷെ അതെല്ലാം അയ്യപ്പൻ്റെ നിശ്ചയമായിട്ട്. കാരണം ഞാൻ പലരോട് ഇപ്പോഴും പറയും, ഇപ്പോഴും എന്നെ കാണുന്നത് പലരും പറയാറുണ്ട്, സാറിൻ്റെ അയ്യപ്പൻ്റെ മുമ്പിലെ കണ്ണുനീര് ഒരുപാട് മനസ്സിനെ പിടിച്ചുലച്ചു. അപ്പം ഞാൻ അവരോട് പറയും, എന്നെ നിങ്ങൾ ഓർക്കേണ്ടത് എൻ്റെ കണ്ണുനീരിനല്ല. ഞാൻ പോലീസിൽ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്, കേസുകൾ തെളിയിച്ചിട്ടുണ്ട്, ഒരുപാട് ക്രമസമാധാന പ്രശ്നങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്ത് ജോലിയിലിരുന്നിട്ടുണ്ട്. അപ്പോൾ അവരെന്ന് പറയുന്നത് വെച്ചാൽ ഞങ്ങളുടെ മനസ്സിൽ ഹൃദയസ്പൃക്കായിരിക്കുന്നത് ഈ നിമിഷമാണ്. അപ്പം അന്ന് എനിക്ക് ക്യാമറാമാനോട് വിഷമം തോന്നിയെങ്കിലും അദ്ദേഹത്തിന് ഞാനിപ്പോൾ കാണുന്നത് ഭഗവാന്റെ ഉപകരണമായി വർത്തിച്ച ഒരാൾ ഭാഗ്യവാനാണ് എന്നാണ് ഞാൻ കരുതുന്നുള്ളത്. അത് എനിക്ക് ഇന്ന് ഇപ്പോൾ ഞാൻ അയ്യപ്പൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോഴോ വഴിയിൽ പോകുമ്പോഴോ ഒരു അയ്യപ്പ ഭക്തൻ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാനായിട്ടുള്ള താതാത്മ്യം തോന്നുന്നൊരവസരമുണ്ട്. ഒരു കാര്യമില്ലാതെ ഒരു പരിചയമില്ലാതെ എത്രയോ പേര് എന്നെ വിളിച്ചിട്ട് എൻ്റെ മോക്ക് തൊഴാൻ പറ്റിയില്ല സാറേ, ഒന്ന് തൊഴാൻ വഴി ഉണ്ടാക്കി തരുമോ. കഴിഞ്ഞ ദിവസം ഒരാൾ സൗദി അറേബ്യയിൽ നിന്ന് വിളിക്കുകയാണ്, സാറേ എനിക്ക് സ്ലോട്ട് കിട്ടിയിരിക്കുന്ന ഇന്ന ദിവസമാണ്, എനിക്ക് അതിന് 3 ദിവസം മുമ്പ് മടങ്ങണം, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരുമോ സാറേ എന്ന് വിളിച്ച് ചോദിക്കാൻ പറ്റുന്ന ഒരു അയ്യപ്പ ഭക്തനായിട്ടാണ് എന്നെ കാണുന്നത്. എൻ്റെ റാങ്കൊന്നും അവർ നോക്കുന്നില്ല. ഒരു DG വിളിക്കാൻ, ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ വിളിക്കാൻ ഭയമുള്ള ആൾക്കാർക്ക് ഒരു DG വിളിച്ച് ഞങ്ങളെ തൊഴിയിച്ച് തരണം എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണം അന്നത്തെ ആ ദിവസമാണ്. ഈ ശരിക്കും ഈ മോളിൽ നിന്നുള്ള ഒരു നിർദ്ദേശപ്രകാരമാണോ ഈ മല കയറാൻ വന്ന യുവതികളെ താങ്കൾ അനുധാവനം ചെയ്ത്? അങ്ങനെ വ്യക്തമായിട്ടൊരു നിർദ്ദേശമൊന്നും എനിക്ക് ആരും തന്നിട്ടൊന്നുമില്ല. അങ്ങനത്തെ ഒന്നും എന്നോടാരും പറഞ്ഞിട്ടില്ല. പക്ഷേ അതിന് മുമ്പും പോലീസിൻ്റെ ശ്രമം അത് തന്നെയായിരുന്നു. നിങ്ങൾ കണ്ടു കാണാം. അന്ന് രാവിലെ ഞാൻ ചെല്ലുന്നതിന് അന്ന് മുമ്പും പോലും ന്യൂയോർക്ക് ടൈംസിൽ ഒരു സ്ത്രീ വരുന്നു. അവരവരുടെ അവകാശ സംരക്ഷണം എന്ന് ഉറച്ചു വിശ്വസിച്ചിട്ടാണ് വരുന്നത്. സുപ്രീം കോടതി ഉത്തരവിനനുസരിച്ചാണ് വരുന്നത്. അപ്പം അന്ന് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ മനോജ് എബ്രഹാം സാറായിരുന്നു. മനോജ് എബ്രഹാം സാർ, അനിൽഖാൻ സാറുമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ തലേന്ന് അവിടെ നടത്തിയൊരു ആക്ഷൻ്റെ പുറത്ത് അത് അതിക്രമമായി പോയെന്നും ഒക്കെ പറഞ്ഞ് വലിയ വിമർശനം നേരിടുമ്പോൾ അവരിനി ബാലൻസ്ഡ് ആയിട്ട് അയ്യപ്പ ഭക്തന്മാരെ നേരിട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഭവിഷ്യത്തുണ്ടാവുമെന്ന് കരുതിയാണ് എന്നെ അവിടത്തേക്ക് നിയോഗിക്കുന്നത്. ആ നിയോഗത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ചെല്ലുമ്പോൾ സുപ്രീം കോടതി ഉത്തരവ് അനുസരിച്ച് ഞങ്ങൾക്ക് കയറണം എന്ന് പറഞ്ഞു വരുന്ന ഒരു സ്ത്രീയെ തടയാറായിട്ടുള്ള നിയമ പരിരക്ഷ എനിക്കില്ല. അതുകൊണ്ട് ഞാനത് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു വിഷമകാരികളായിരുന്നു ഈ ദിവസങ്ങൾ. നമ്മുടെ പോലീസിലുള്ള എല്ലാ ജോലിക്കും അങ്ങനെ വിഷമങ്ങളുണ്ടാവില്ല. അങ്ങനെ അതിന് വ്യക്തിപരമായിട്ട് അതിനൊരു വിഷമമായിട്ട് കാണേണ്ട കാര്യമില്ല. അതിപ്പോൾ ഇത്രയും പബ്ലിക് ലെയർ വന്നതുകൊണ്ട് ആൾക്കാർ അറിയുന്നതൊരു വിഷമമായിട്ട്. നമുക്കങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് ജീവിതത്തിലുണ്ടാവും. പക്ഷെ അതിനെ തരണം ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വിമർശിക്കുകയും നമ്മൾ ചെയ്യാത്ത തെറ്റുകൾക്ക് നമ്മളെ പരിഹസിക്കുകയും അവമാനിക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ ജീവനും സംരക്ഷിക്കാനുള്ള ബാധ്യതയുള്ളവരാണ് പോലീസ് ഉദ്യോഗസ്ഥരെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ വികാരങ്ങളോ വിചാരങ്ങളോ ഒന്നും നമ്മളോട് നോക്കേണ്ട കാര്യമില്ല. നിയമം എന്താണ് അത് നടപ്പാക്കുക. പലപ്പോഴും ഞാനിപ്പോൾ ജയിൽ പ്രിസൻസിലിരിക്കുകയാണ്. ഒരു സഹോദരൻ്റെ വേദന തീർക്കാൻ വേണ്ടി
മൾട്ടിപ്പിൾ മൈലോമ വന്ന് മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ ഫേസ് ചെയ്തും എന്നെ ഒന്ന് കൊന്നുതാടാ എന്ന് പറഞ്ഞ് കരയുന്നൊരു ജ്യേഷ്ഠനെ യൂത്തനേഷ്യ നടത്തിയിട്ട് ലൈഫ് കൺവിക്റ്റായിട്ട് കഴിയുന്ന ആൾ എൻ്റെ ജയിലിലുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോഴും ചാരിതാർത്ഥ്യമാണ്. ഏതാ, എൻ്റെ ജ്യേഷ്ഠൻ്റെ വേദന കുറച്ച് അദ്ദേഹത്തെ പറഞ്ഞയക്കാൻ എനിക്ക് സാധിച്ചല്ലോ എന്നുള്ളത്. ഒരു പക്ഷേ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചിലപ്പം അദ്ദേഹത്തോട് ഒരു അനുതാപമോ താതാത്മ്യമോ വരെ തോന്നിയെന്ന് വരാം. പക്ഷെ അതിനുള്ള അർഹത എനിക്കില്ല. ഞാനൊരു നിയമത്തിൻ്റെ സന്തതിയാണ്, നിയമത്തിൻ്റെ ഉപകരണമാണ്. അവിടെ നടന്നൊരു കൊലപാതകമാണ്. അദ്ദേഹത്തിന് ആ കൊലപാതകം എന്ന് പറയുന്നതിൻ്റെ ശിക്ഷ ഇവിടുത്തെ നിയമവ്യവസ്ഥ കൊടുക്കുകയും ചെയ്തു. അയാൾക്ക് ഇനി നിയമവിരുദ്ധമായ ഒരു കാര്യത്തിൽ ഏർപ്പെടരുത് എന്നുള്ള ഉപദേശം കൊടുക്കാനല്ലാതെ എനിക്ക് ഇപ്പം നമുക്ക് തോന്നും, അയാൾ ഇപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ ജ്യേഷ്ഠൻ്റെ വേദന കുറച്ചില്ലേ ഞാൻ. അപ്പോൾ അയാളോട് ഞാൻ തിരിച്ചു പറയുന്നത് വേദന കുറയ്ക്കാനുള്ള ഉപാധി ഇതല്ല, മാർഗം ഇതല്ല. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ചേതോവികാരത്തോട് എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് യോജിക്കാൻ തോന്നിയെന്ന് വരാം. അങ്ങനെയുള്ള സന്ദിഗ്ധ ഘട്ടങ്ങൾ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ, പോലീസ് ദിവസവും നേരിടുന്നതാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, ഒരു മകളെ ബലാത്സംഗം ചെയ്ത് കൊന്ന പ്രതിയെ വെടിവെച്ചു എന്നൊരു പിതാവുള്ള നാടാണ് നമ്മുടെ. എന്ന് വെച്ചാൽ പിതാവിന് നമുക്ക് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതാണ് പോലീസിൻ്റെ ദുര്യോഗവും നിയോഗവും ഒരു പരിധിവരെ വിജയവും. കാരണം അങ്ങനെ മുഖം നോക്കാതെ നമുക്ക് വ്യക്തിപരമായ ഗുണം. എനിക്ക് ഒരു കാര്യത്തിൽ വലിയ സന്തോഷമുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ശത്രുക്കൾ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. 16 പ്രൈവറ്റ് കംപ്ലയിൻറ്റ്സ് ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇതിന് മുഴുവൻ ഞാൻ കോടതിയിൽ പോയി നിൽക്കുകയും ജാമ്യം എടുക്കുകയും ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒന്നുപോലും സത്യമായിരുന്നില്ല, ഒരു സത്യം ഉണ്ടായിരുന്നില്ല. 16 പ്രൈവറ്റ് കംപ്ലയിൻറ്റ്സും വെറുതെ വിടും. അപ്പോഴും നമ്മുടെ ശത്രുക്കൾ പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ സ്വാധീനം ഉപയോഗിച്ച് അയാൾ രക്ഷപ്പെട്ടു എന്നാണ് പറയുക. അല്ലാതെ നിയമപരമായി നമ്മൾ ശരിയായിരുന്നു എന്നുള്ളതല്ല പറയാം. ഒരുപാട് തവണ പലരും വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു തവണ പ്രത്യേകിച്ച് എനിക്ക് ഓർമ്മ, ഞാൻ DIG ആയിരിക്കുമ്പം എന്നെ തീവ്രമായി ഉപദ്രവിച്ചിരുന്ന ഒരാൾ വെറുതെ എന്നെക്കുറിച്ച് പല കള്ള പരാതികൾ കൊടുക്കുക. ചെയ്യുന്നതെന്താണെന്ന് വെച്ചാൽ പരാതി എഴുതി കൊടുക്കും. പരാതി എഴുതി കൊടുത്തു കഴിഞ്ഞിട്ട് ചോദിക്കും, വിവരാവകാശം ചോദിക്കും, ഈ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ എത്ര പരാതി ഉണ്ടെന്ന് ചോദിക്കും. അപ്പോൾ അയാളും അയാളുടെ കൂട്ടാളികളും 14 പേര് ചേർന്നായിരിക്കും 14 പരാതി കൊടുക്കുന്നത്. ഒരേ കാര്യം പല രീതിയിലും മാറ്റി മറിച്ചുകൊണ്ട് കൊടുക്കുക. ഇപ്പം ഒരാൾ എഴുതി കൊടുത്തൊരു പരാതി എന്ന് പറഞ്ഞാൽ ഞാൻ അയാളുടെ കണ്ണ് തല്ലി പൊട്ടിച്ചു എന്നുള്ള ഒരു പരാതി. അപ്പോൾ കണ്ണ് തല്ലി പൊട്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സത്യമാണെങ്കിലും കള്ളമാണെങ്കിലും അന്വേഷിക്കേണ്ട പോലീസ് സ്റ്റേഷനില്ല. വിജിലൻസിന് അതുമായിട്ടൊരു കാര്യമില്ല. അത് വരുത്താൻ വേണ്ടി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ അധികാരം ദുരുപയോഗം ചെയ്താണ് തല്ലിയത്. അപ്പോൾ അധികാര ദുർവിനിയോഗം എന്ന് പറയുന്നത് വിജിലൻസിൻ്റെ ആംഗിളിലോട്ട് വരും. ഇതുകൊണ്ടൊന്ന് വിജിലൻസ് കോടതി കൊടുക്കും. വിജിലൻസ് കോടതി ഒരു സമ്മറി അന്വേഷണം എന്ന് പറയും. പിറ്റേന്ന് രാവിലത്തെ പത്രത്തിലെ വാർത്ത, അഴിമതി ആരോപണം, ശ്രീജിത്തിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ്. ഇത്ര ഇവർക്ക് ആവശ്യമുള്ളൂ. ഇങ്ങനെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയും പല രീതിയിൽ നേരിടാൻ പ്രേരിപ്പിച്ച ഒരുപാട് സുഹൃത്തുക്കളും അഭ്യുദയകാംക്ഷികളും എനിക്കുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ചങ്കൂറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ അവരെ ഇന്ന് വരെ നിയമപരമായി അല്ലാതെ ഞാനൊന്നും നേരിടാൻ പോയിട്ടില്ല. ഒരിക്കൽ ഞാനീ പറഞ്ഞ DIG ആയിരിക്കുമ്പോൾ വന്നൊരു വളരെ രസകരമായ സംഭവം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ശത്രുവിനെ അയാൾ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ട് ആ ഉപദ്രവിക്കപ്പെട്ട ആൾക്കാർ പരദേശക്കാരായി, നമ്മുടെ നാട്ടുകാരല്ല, മലയാളികളല്ല, അവരെൻ്റെ ഓഫീസിൽ കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, സാറിന് ഇത്രയും ഉപദ്രവിക്കുന്നൊരു വ്യക്തി ഇന്നാരുണ്ടെന്നും മനസ്സിലായി. അയാൾ ഞങ്ങളെ ഉപദ്രവിച്ചാണ്. ഞങ്ങൾ അയാളുടെ കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കാൻ പറ്റിയിരിക്കാം. അപ്പം ഞാൻ പറഞ്ഞു, പ്രിപ്പറേഷൻ ഇസ് നോട്ട് ആൻ ഒഫൻസ്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോകാം. എന്തെങ്കിലും നടക്കണം, നടന്നാൽ മാത്രമേ നമുക്ക് പിടിക്കാൻ പറ്റൂ. ഇനി ഒരു കാര്യം ഓർത്തോളുക, അയാൾക്ക് എവിടെങ്കിലും വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദികൾ ആരാണെന്ന് എനിക്ക് 2 പ്രാവശ്യം ആലോചിക്കേണ്ടി വരില്ല. അതുകൊണ്ട് കരുതിയിരുന്നോ, ഇനി അവനൊന്നും സംഭവിക്കാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞു വിട്ടതിനകത്ത് ഊറ്റം കൊള്ളുന്ന ഒരാളാണ് ഞാൻ. അതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ധർമ്മം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്കളുടെ ജീവിതത്തിൽ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ നൽകിയ ഒരു അന്വേഷണം ഏതായിരുന്നു? ഒരുപാട് കേസുകൾ അങ്ങനെ ഉണ്ട്. എൻ്റെ ആദ്യത്തെ കേസുകളിലൊന്നാണ് നമ്മുടെ P. ജയരാജനെ വെട്ടിയ കേസ്. അയാളുടെ പ്രതികളെ മുഴുവൻ പിടിച്ചത് ഞാനാണ്. അങ്ങനെ ഒരുപാട്, ഇപ്പം അതിനകത്ത് മറ്റു പല കേസുകളിപ്പം
ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത് ശരിയല്ല. കേസന്വേഷണത്തിൽ ഒരുപാട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഏറ്റവും വലിയ വിജയം ലോ ആൻഡ് ഓർഡറും ഒന്നുമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം ശരിക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത്, ഇപ്പം ഒരു ചീഫ് ജസ്റ്റിസിൻ്റെ അടുത്ത് പണ്ടൊരു സ്ത്രീ പോയി പറഞ്ഞൊരു കഥയുണ്ട്. നമ്മളെ പ്രഗത്ഭനായ ഒരു ചീഫ് ജസ്റ്റിസിൻ്റെ അടുത്ത് പറഞ്ഞു എന്നാണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരമ്മ, പ്രായമുള്ളൊരമ്മ ചെല്ലുക. സാധാരണ അദ്ദേഹം വീട്ടിലാരെയും എൻ്റർടൈൻ ചെയ്യാറില്ലാത്ത ആളാണെങ്കിലും ഇത്രയും പ്രായം 83-84 വയസ്സുള്ള സ്ത്രീയാണ്. അപ്പോൾ അവർ വന്നപ്പം അദ്ദേഹം അത് വരാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങ് എൻ്റെ മകന് നീതി കൊടുത്തു, സന്തോഷമുണ്ട്. അവൻ ചെയ്യാത്തൊരു കൊലപാതക കേസിൽ അവനെ പ്രതിയാക്കി, അങ്ങ് നീതി കൊടുത്തു. അപ്പോൾ അദ്ദേഹം അതൊക്കെ കേട്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ, പിൽക്കാലത്ത് അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജിയായ ആളാണ്, അവിടെ ഓടി കളിക്കുക. അപ്പം ആ കുട്ടിയെ കണ്ടിട്ട് ഈ അമ്മ പറഞ്ഞു, ആപ്കാ ബേട്ട ഹൈ. അപ്പോൾ അവർ പറഞ്ഞു, ജി ബേട്ട ഹൈ. അപ്പോൾ അവർ അനുഗ്രഹിച്ചു ആ കുഞ്ഞിനെ. ആപ്കാ ബേട്ട ദാരോഗ ബനെ, അങ്ങയുടെ മകൻ ഇൻസ്പെക്ടർ ആവട്ടെ. അപ്പോൾ ഈ ജസ്റ്റിസിന് കൗതുകമായി. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? ഞാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്. അമ്മ എൻ്റെ മകനെ അനുഗ്രഹിക്കുമ്പോൾ എന്നെക്കാളും വലിയവനാവണമെന്നല്ലേ അനുഗ്രഹിക്കേണ്ടത്, എന്തിനാ ഇൻസ്പെക്ടർ ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കഥ പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ അവരുടെ ഗ്രാമത്തിൽ 25 വർഷം മുമ്പ് ഈ കൊലപാതകം നടന്നപ്പോൾ അവിടുത്തെ ഇൻസ്പെക്ടർ കുറച്ച് കാശ് ചോദിച്ചു. ഏതിന്? മകനെ പ്രതിയാക്കാതിരിക്കാൻ. 500 രൂപയും കണ്ടാണ് അന്ന് ചോദിച്ചത്. മകൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇത് കൊടുക്കാൻ പാടില്ല, അന്യായമാണ്, ഞാൻ ചെയ്തിട്ടില്ല. അമ്മ പറഞ്ഞു, മോനെ കൊടുക്കണ്ട, നമുക്ക് നിയമപരമായി നേരിടാം. അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തെങ്കിലും 25 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർക്ക് സംശയം തോന്നാൻ തുടങ്ങി പല ഘട്ടങ്ങളിലും. ഈ എടുത്ത തീരുമാനം ശരിയായ കാരണം വെച്ചാൽ ഇവർ കേസ് നടത്താൻ വേണ്ടി പിന്നെ ജില്ലാ കോടതി കേസ് നടത്തി, ഹൈക്കോടതി കേസ് നടത്തി, സുപ്രീം കോടതി കേസ് നടത്തി. ഇതിനെല്ലാം വേണ്ടി വന്ന ചിലവിനനുസരിച്ച് അവരുടെ വീടും പറമ്പും വരെ അവർക്ക് വിൽക്കേണ്ടി വന്നു. ഒടുവിൽ ഇദ്ദേഹം അവർക്ക് നീതി കൊടുത്തു. ഈ അമ്മ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യം, ഞാൻ അന്ന് 500 രൂപ കൊടുത്തിരുന്നെങ്കിൽ എൻ്റെ വീടും പറമ്പുമൊക്കെ പോവില്ലായിരുന്നു. ഇനി അങ്ങ് പറയുക, ദാരോഗയാണോ അങ്ങാണോ വലുത്? ഇതുകൊണ്ടാണ് അങ്ങയുടെ മകൻ ദാരോഗയാവട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ കഥ പറഞ്ഞതിന് താല്പര്യം എന്താണെന്ന് വെച്ചാൽ, ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്ന് പറയുന്നത് ദൈവതുല്യരാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഭാവി പൂർണ്ണമായി നിർണ്ണയിക്കാൻ അവൻ്റെ കയ്യിലുള്ള, അവൻ്റെ പേനത്തുമ്പിലൂടെ അവൻ സാധിക്കും. അത് സത്യസന്ധമായി നിർവഹിച്ചാൽ നീതി നിർവഹണത്തിലെ പുതിയ ഏടുകളും, നീതി നടപ്പാക്കിയില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുള്ള സമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ സാധിക്കും. സത്യസന്ധമല്ലെങ്കിൽ അതിൻ്റെ പരിണതഫലം നേരെ വിപരീതമായിരിക്കും. അങ്ങനെ വളരെ നിർണായക ശക്തിയായിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാറുന്നത് യൂണിഫോം ഇട്ട് വലിയ ആളായിട്ട് നടക്കുന്നിടത്തല്ല, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ പേനത്തുമ്പിലൂടെയാണ്. അവിടെ 2 കാര്യങ്ങളിലാണ് നമ്മളെ സേനയ്ക്ക് പലപ്പോഴും വരുന്ന അപചയം. ഇത് ആഴത്തിൽ പഠിക്കാതെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഒരു ചെറിയ വിഭാഗം ആളുകൾ, ഇതിനോട് പൂർണ്ണ ആത്മാർത്ഥത പുലർത്താത്ത വേറൊരു വിഭാഗം ആൾക്കാർ. ഇവർ 2 പേരെയും കറക്റ്റ് ചെയ്യുക എന്നുള്ളത് പോലീസ് സേനയുടെ അനവരത പ്രയത്നമായിരിക്കണം. അതാണ് മേലുദ്യോഗസ്ഥരുടെയൊക്കെ ഒരു ഉദ്യമം എന്ന് പറയുന്നത്. ടി.പി. ചന്ദ്രശേഖരൻ്റെ വധം നടക്കുമ്പോൾ താങ്കൾ ഞാൻ കണ്ണൂർ റേഞ്ച് ഡി ഐ ജി. അന്ന് അതിൻ്റെ മേൽനോട്ടം വഹിക്കേണ്ടി വന്നില്ല. ആ വണ്ടി പിടിച്ചത് ഞാനാണ്. എന്നോട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, അന്ന് അപ്പം തന്നെ ശ്രീത്തിനെ വിളിച്ചു പറഞ്ഞു, പുറത്തേക്ക് ഒരു വണ്ടിയും ഇടരുത് എന്ന് പറഞ്ഞു. അന്ന് രാത്രി ഞങ്ങൾ ചെയ്ത വളരെ ശ്രമകരമായൊരു ജോലിയാണ് ഈ വണ്ടി പിടിക്കാനായിട്ട്. കാരണം ഒരു ഗോൾഡൻ അല്ലെങ്കിൽ സിൽവർ കളർ ഇന്നോവ എന്ന് മാത്രമേ അറിയാവൂ. അന്ന് ഞങ്ങൾ ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഞാനന്ന് കൺസൾട്ട് ചെയ്ത പൊന്നു സാറിനെയും കൂടിയാണ്. പൊന്നു സാറിനെയും കൂടി ഉപദേശപ്രകാരം അന്ന് ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഒരുപാട് സ്ക്വാഡുകളുണ്ടാക്കി ഇന്നോവയുടെ എല്ലാ ഷോറൂമിലും പോയി ഗോൾഡൻ സിൽവർ കളർ ഇന്നോവകളുടെ ലിസ്റ്റ് എടുത്തു. രാത്രി വളരെ ശ്രമകരമായ ജോലിയായിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലിസ്റ്റ് മുഴുവൻ എടുത്തു, ഗോൾഡൻ സിൽവർ കളർ ഇന്നോവകളുടെ. ആ ഇന്നോവകളുടെ മുഴുവൻ ലിസ്റ്റ് എടുത്തിട്ട് അതിൽ ഓണേഴ്സിനെ ഇരുന്നങ്ങ് വിളിക്കുകയാണ്. അതായത് ഓരോ പോലീസ് സ്റ്റേഷനിലും നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5-10 പേരെ വെച്ചിട്ടുള്ള സ്ക്വാഡുകൾ ഉണ്ടാക്കിയിട്ടാണ് ഈ പണി ചെയ്യുന്നത്. അതായത് ഈ ഷോറൂമുള്ള
പോലീസ് സ്റ്റേഷൻ. ഇപ്പം കോഴിക്കോട് നടക്കാവിലൊരു ഷോറൂം ഉണ്ടെങ്കിൽ നടക്കാവ് പോലീസ് സ്റ്റേഷനിലെ 10 പേർ റെഡിയാക്കി അവരുടനെ ഈ പണി ചെയ്യുക. ഷോറൂം രാത്രി തന്നെ തുറപ്പിച്ച് ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്ന് ഡീറ്റെയിൽസ് എടുക്കുക. ഓണർ ഇപ്പോൾ ബിജു ആണെന്നിരിക്കട്ടെ, ബിജുവിനെ വിളിക്കാം, താങ്കളുടെ വണ്ടി എവിടെയുണ്ട്. ഒന്നുകിൽ ചിലപ്പോൾ താങ്കളുടെ വീട്ടിൽ കാണാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോയിരിക്കാം. ആരാണ് വണ്ടി കൊണ്ടുപോയിരിക്കുന്നത്? ഇന്നാരാണ്. ആ ഡ്രൈവറുടെ നമ്പർ എത്രയാണ്, അല്ലെങ്കിൽ വാഹനത്തിൽ പോയിട്ടുള്ള ഏതെങ്കിലും ഒരാളുടെ നമ്പർ ഏതാണ്, ഈ നമ്പർ വിളിക്കുക. വണ്ടി എവിടെ ഉള്ളതെന്ന് ചോദിക്കുക. ചിലപ്പോൾ വണ്ടി കേരളത്തിന് പുറത്തായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്ത്യക്ക് പുറത്തില്ല. ഒരു 90% വണ്ടികളും കേരളത്തിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ വണ്ടിയിലുള്ള ആളോട് പറയും, നിങ്ങൾ ഒന്നുകിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യുക, പോണ്ട, ഫോൺ ചെയ്ത് ഞങ്ങൾ ഇന്നടത്തുണ്ടെന്ന് പറയുക. ഈ പ്രക്രിയ ഒരു 4 മണിക്കൂറിനകത്ത് നല്ല തീ പിടിച്ച പോലെ അങ്ങ് പോയി. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ നാക്കാമതികൾ എല്ലായിടത്തും നമ്മൾ ബോർഡർ ചെക്കിങ്ങും. ഈ കാരണം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ വണ്ടി ബോർഡർ കടക്കാൻ പറ്റാതെ പോയത്. ബോർഡർ കടന്നിരുന്നുവെങ്കിൽ വണ്ടിയുടെ എൻജിനൊരു വണ്ടിയിൽ, മനസ്സിലായില്ലേ, വൈപ്പർ വേറൊരു വണ്ടിയിൽ, സീറ്റ് വേറൊരു വണ്ടിയിലായിട്ട് മാറിപ്പോയിരുന്നേനെ. കർണാടകത്തിലേക്ക് കിടക്കാൻ പറ്റുന്നെങ്കിൽ ഏകദേശം ഒരു 35 കിലോമീറ്റർ കർണാടക ബോർഡറിൽ നിന്ന് മാറിയിട്ടാണ് ഈ വണ്ടി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചത്. അത് വളരെ ശ്രമകരമായൊരു ജോലി. അതിന് ഞാൻ പറഞ്ഞില്ലേ, പുന്നു സാർ ഒരുപാട് സഹായിക്കുന്നത്. ഇത് തിരുവഞ്ചൂർ സാറിന് അറിയാം ഈ എഫേർട്ട്, അതായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അപ്പം അങ്ങനെ അത് വളരെ നല്ല ഒരു ഇങ്ങനെ ഒരുപാട് എഫേർട്ട് നമ്മൾ പല കേസുകളിലും ചെയ്യുന്നുണ്ട്. കണ്ണൂർ സ്ക്വാഡ് താങ്കൾ രൂപീകരിച്ച അതിൻ്റെ പേര് കണ്ണൂർ സ്ക്വാഡൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ആ സിനിമ വന്ന് അതെ, സിനിമയ്ക്ക് അത് എഴുതിയ റോണിയും പിന്നെ എൻ്റെ രസയുടെ മകനും കൂടി ചേർന്നാണ് അത് എഴുതിയത്. അവർ എന്നോട് പറഞ്ഞു, സാറേ ഞങ്ങളുടെ കണ്ണൂർ സ്ക്വാഡ്, നമ്മളൊരു ക്രൈം സ്ക്വാഡ് പലപ്പോഴും യഥാർത്ഥത്തിൽ ആ കേസിന് വേണ്ടിയിട്ട് നമ്മളുണ്ടാക്കിയ സ്ക്വാഡ് യഥാർത്ഥത്തിൽ തടിയൻ്റെ അവിടെ നസീറിൻ്റെ കേസ് എടക്കാട് ക്രൈമാണത്. അന്ന് ഞാൻ കണ്ണൂർ SP ആണ്. എടക്കാട് ആ ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ തീവ്രവാദ ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സ്ക്വാഡ് രൂപീകരിക്കുന്നത്. ആ കേസ് അന്വേഷണം കഴിഞ്ഞിട്ടും ആ സ്ക്വാഡ് അവിടെ തുടർന്നു. പിൽക്കാലത്ത് ഞാനവിടെ DIG കണ്ണൂരായിട്ട് വരുമ്പോഴാണ് ഞാൻ അവർക്ക് ആ സുമ വണ്ടി ഞാനാണ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞിട്ട് അനൂപ് കുരുവിളയാണ് ആ വണ്ടി ഇഷ്യൂ ചെയ്യുന്നത്. ആ സിനിമയിൽ കാണുന്ന ആ വണ്ടി. അത് പിന്നീട് ഐക്കോണിക്കായൊരു അന്വേഷിച്ച ഒരുപാട് കേസുകളിൽ ഒന്ന് മാത്രമാണ് ആ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. റിയൽ സ്റ്റോറിയാ, അറിയില്ല, യഥാർത്ഥ സംഭവമാണ്. അത് പിന്നെ കുറച്ച് സിനിമാറ്റിക് ഒക്കെ ആക്കി എന്ന് മാത്രം. ഈ പിന്നെ ആ സിനിമയിൽ മമ്മൂട്ടി പോയിട്ട് നോർത്ത് ഇന്ത്യൻ ഗ്രാമത്തിൽ അടിച്ച് ജയിച്ചു വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ജയിച്ചിട്ടില്ല. ഞങ്ങൾ പിന്നീട് വേറെ സന്നാഹങ്ങളുമായിട്ട് പിന്നീട് പോവുകയാണ് ചെയ്തിട്ടില്ല. പക്ഷെ മമ്മൂട്ടി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് അടിച്ച് ജയിക്കാനുള്ള സൗകര്യമുണ്ട്. ഞങ്ങൾക്കതില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ അവർ തെളിയിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേസ് യഥാർത്ഥത്തിൽ ഈ കേസാണ്. തടിയൻ്റെ നസീറിനെയും സർഫറസ് നവാസിനെയും NIA പിടിച്ച് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ആ കേസ് തുടങ്ങുന്നത് എടക്കാട് വെച്ചാണ്. എടക്കാട് ക്രൈമാണ്. അപ്പോൾ ശരിക്ക് താങ്കളുടെ സമീപകാലത്തെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ അല്പം സ്പിരിച്വാലിറ്റി വന്നിട്ടുണ്ട്, പിന്നെ സംഗീതം. ഇത് രണ്ടും കൂടെ കണക്റ്റ് ആകുന്ന എവിടെ വെച്ചാൽ? സ്പിരിച്വാലിറ്റി വാക്കുകളിൽ പ്രതിഫലിക്കുന്ന ഇപ്പോഴാന്നേ ഉള്ളൂ. ഇതൊരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ 16-ാം വയസ്സിൽ കാട്ടിപ്പോയിരുന്നിട്ട് കുപുത്രോജായതേ ക്വചിതപി കുമാതാന ഭവതി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതെന്ന് വെച്ചാൽ ലോകത്ത് ഒരുപാട് മോശം മക്കളുണ്ടാവാം, പക്ഷെ ഇവിടെ ഒരു കുമാത ഉണ്ടായിട്ടില്ല, മോശം അമ്മ ഉണ്ടായിട്ടില്ല. അപ്പോൾ നീ എങ്ങനെ മോശമാവും എന്ന് പറഞ്ഞ് പൂർണ്ണമായും ജഗജ്ജനനിയെ ആശ്രയിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു എന്താ പറയുക, താന്ത്രിക് ഫിലോസഫിയിൽ പൂർണ്ണമായും മനസ്സ് സമർപ്പിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അത് പണ്ടേ അങ്ങനെയാണ്. അതിപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇത് ആരൊക്കെയോ അറിഞ്ഞ് എവിടെയോ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ, സത്യം പറഞ്ഞാൽ എൻ്റെ ഓർമ്മ ശരിയാണ്, കാടാമ്പഴ ക്ഷേത്രത്തിൽ വിദ്യാധരൻ മാസ്റ്ററെ അനുമോദിച്ച് നടത്തിയൊരു പ്രസംഗത്തിലാണ് യഥാർത്ഥത്തിൽ, അതിന് മുമ്പ് അവിടെ ഇവിടെയൊക്കെ വല്ലപ്പോഴൊക്കെ പറയുന്നല്ലാതെ ഇങ്ങനെ ഒരു മുഖം പുറത്തേക്ക് വന്നത്. അന്ന് ഞാൻ അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുള്ള പാട്ടുകളുടെ രാഗങ്ങളെക്കുറിച്ചൊക്കെ കുറച്ച് സംസാരിക്കുകയുണ്ടായപ്പോൾ ആൾക്കാർക്ക് തോന്നി, ഒരു തെറ്റിദ്ധാരണയാണ് സത്യം പറഞ്ഞാൽ, എനിക്ക് കർണാടക സംഗീതത്തിൽ വലിയ അവഗാഹം ഉണ്ടെന്ന്. അപ്പോൾ കച്ചേരി നടത്തുന്നുണ്ട്, സ്ഥിരമായിട്ട് കച്ചേരികളുണ്ട്. പഠിച്ചിട്ടുണ്ടോ സംഗീതം? ഇല്ല. പക്ഷേ എൻ്റെ അമ്മ മ്യൂസിക് മെയിൻ ആയിരുന്നു. എൻ്റെ സഹോദരി
ഒരാൾ ശമ്മൻകുടിയുടെയൊക്കെ ശിഷ്യയാണ്, പാലാശിക രാമേന്ദ്രൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. ഓ ഞാൻ പിന്നെ വയലിൻ പഠിച്ചിട്ടുണ്ട്. വയലിൻ ഞാൻ പണ്ട് ഇൻ്റർസോൺ വിന്നറൊക്കെ ആയിരുന്നു യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ആ ഒരു പാരമ്പര്യമുണ്ട്. പിന്നെ ഞാൻ ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്. ഭരതനാട്യം മോഹിനിയാട്ടം 9 വർഷം പഠിച്ചിട്ടുണ്ട്. പിന്നെ ആകാശവാണിയിൽ ഞാൻ ഓഡിഷൻ ആർട്ടിസ്റ്റായിരുന്നു ലൈറ്റ് മ്യൂസിക്കിന്. എന്നുള്ളതല്ലാതെ ഒരിക്കലും കർണാടക സംഗീതം പാടാൻ പറ്റുമെന്ന് ഞാൻ കരുതിയിട്ടുള്ളതല്ല. ഈ 16-ാം വയസ്സിൽ കൊല്ലൂരുമായിട്ടുള്ള ആ ബന്ധം പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കാണാമല്ലോ. ഈ കഴിഞ്ഞ ദിവസവും മൂകാംബി എന്നുള്ളൊരു പടം കണ്ടു. ഞാനിനി റിട്ടയർ ചെയ്യാൻ കാത്തിരിക്കുക, അവിടെ പോയി ചേക്കേറാനായിട്ട്. അവിടെയാണ് ഞാൻ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇനി ശിഷ്ടകാലം. ഇപ്പോൾ ഈ ഓണസമിതി ഞാൻ മൂകാംബിയെ പോകാൻ പോവാം. എന്ത് ഗ്യാപ്പ് കിട്ടിയാലും ഞാൻ മൂകാംബിയെ ഒരവസരം കിട്ടിയാലും അമ്മയെ കാണാൻ പോകും. അന്ന് തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ ഏറ്റവും വലിയ ചാരിതാർത്ഥ്യ സന്തോഷം 58-ാമത്തെ വയസ്സാണ്. 10-ാം വയസ്സിൽ വിചാരിച്ച ശരികൾ തന്നെയാണ് എനിക്കിന്നും. ഞാൻ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ പറയുന്നൊരു അബദ്ധം കണ്ടിട്ടുണ്ട്. അതാണ് ജീവിതത്തിലെ അവർക്ക് സന്തോഷമില്ലാത്തതിൻ്റെ ഒരു കാരണമെന്ന് ഞാൻ കരുതുന്നു. തെറ്റായിരിക്കാം, എൻ്റെ വിവക്ഷയാണ്. നമ്മൾ ചെറുപ്പത്തിൽ ഒരുപാട് മണ്ടത്തരങ്ങൾ വിചാരിക്കുകയും തെറ്റുകൾ ചെയ്തു പോവുകയും ചെയ്തു. ഇനി അത് ആവർത്തിക്കാൻ പാടില്ല. ഇനി നമ്മുടെ മക്കളുടെ കാലമാണ്. എനിക്കങ്ങനെ ഇന്ന് വരെ തോന്നിയിട്ടില്ല. ഞാൻ 10-ാം വയസ്സിൽ ഞാൻ ചിന്തിച്ചത് തന്നെയാണ് ഇന്നും എൻ്റെ ചിന്ത. 16-ാം വയസ്സിൽ ഞാൻ കാട്ടിപ്പോയിരുന്നതായിരുന്നു ശരിയെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. അന്ന് അവിടെ ഇരിക്കാനുള്ള മനസ്സുറപ്പില്ലാതെ പോയതും ഒക്കെ എൻ്റെ ദൗർബല്യം വേണ്ടി ഞാൻ കാണുന്നു. അന്ന് അവിടെ ഞാൻ തുടർന്നിരുന്നതെങ്കിൽ എൻ്റെ നിയതി എന്നെ കൊണ്ടുപോകുന്നത് വേറെ വഴിക്കായിരുന്നിരിക്കും. ഞാനിതെല്ലാം കഴിഞ്ഞൊരു 39 വർഷം കഴിഞ്ഞ് വീണ്ടും ആ സ്ഥലങ്ങളിൽ ഞാൻ പോയി. ഇപ്പോൾ അവിടേക്ക് ആൾക്കാരെ കടത്തി വിടുന്നില്ല. അന്ന് പോകുന്ന പോലെ പോകാൻ പറ്റില്ല. ഇപ്പം ഫോറസ്റ്റുകാർ അവിടെ വേലിയൊക്കെ കെട്ടി തിരിച്ചു. അപ്പോൾ ഇപ്പോൾ സർവജ്ഞപീഠം വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് അങ്ങോട്ട് വലിയ ഇരുമ്പ് വേലിയാണ്. അപ്പോൾ ഞാൻ ഫോറസ്റ്റുകാരുടെ പ്രത്യേകം നിർദ്ദേശമൊക്കെ കൊടുത്ത് അവർ വന്ന് എനിക്ക് വഴികാട്ടികളായിട്ടാണ് ഞാൻ ആ കൊല്ലം പോയത്. അതൊരു 3-4 വർഷം മുമ്പാണ്. പോയപ്പോൾ ഇപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ കാടൊക്കെ ഇടതൂർന്ന് വളർന്നു. ഞാൻ ആൾക്കാരുടെ പ്രവേശനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം മൃഗങ്ങളൊക്കെ വളരെ യഥേഷ്ടം വിഹരിക്കുകയാണ്. അവർക്ക് മനുഷ്യ സഞ്ചാരം ഇല്ല എന്നുള്ള ബോധ്യമുണ്ട്. പോണ വഴിക്കൊക്കെ പാമ്പുകളൊക്കെ ഇഷ്ടംപോലെ കിടക്കുന്നു. ഇപ്പോഴും എനിക്ക് മുമ്പേ നടന്ന ഫോറസ്റ്റ് ഗാർഡ് എടുത്തു മാറ്റാണ്. പാമ്പിൻ്റെ ഒരു വടിയിൽ എന്തോ എടുത്തു മാറ്റാണ്. ആ പാമ്പിൻ്റെ മുഖത്തൊരു അത്ഭുതം എനിക്ക് തോന്നുകയാണ്, എൻ്റെ മനസ്സിൽ തോന്നുകയാണ്. ഇത് ആരപ്പോൾ വന്നേ എന്നുള്ളൊരു രീതി. അപ്പോൾ ആ കാട് വീണ്ടും പണ്ട് ഞാൻ പോയപ്പോൾ അങ്ങനെയായിരുന്നു. ഞാൻ ഈ 16-ാം വയസ്സ് പോകുമ്പോഴും കാട് അങ്ങനെയായിരുന്നു. പിന്നീട് ആൾക്കാരുടെ താല്പര്യമാറ്റം കൊണ്ടൊക്കെയാണ് കാടല്ലാതായി മാറിക്കൊണ്ടിരുന്നൊരു കാലഘട്ടം പിന്നീട് വന്നു. അത് വീണ്ടും പുനഃസ്ഥാപിച്ചാണ് ഫോറസ്റ്റ് ചെരുപ്പ് ചെയ്തത്. ഞാൻ പോയപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ 39 വർഷം പോയി, കാടിന് മാറ്റമില്ല, ഈ ജഗന്മാതാവിന് മാറ്റമില്ല, ദേവിക്കൊരു മാറ്റമില്ല. എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ. അന്ന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേരെ ഇപ്പോൾ എൻ്റെ കൂടെയുള്ളൂ. അത് എൻ്റെ മൂത്ത ചേച്ചിയും അവരുടെ ഭർത്താവുമാണ്. ബാക്കി എല്ലാവരും പോയി. പുതിയ കുറേ കഥാപാത്രങ്ങൾ വന്നു. എൻ്റെ ഭാര്യ, അന്ന് അവളില്ല, മക്കൾ, പിന്നെ മക്കളുടെ സ്ഥാനത്തുള്ള ഒരുപാട് പേര്, മരുമക്കൾ, ഒരു പദവി, അതിൻ്റെ കിരീടം, അതിനോട് അനുബന്ധിച്ച് നിൽക്കുന്ന കുറേ ജാടകൾ, എന്തൊക്കെയോ കാര്യങ്ങൾ. ഇതും ഇനിയിപ്പോൾ ഈ മാറ്റം മാത്രമാണ് മാറ്റമില്ലാത്ത ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് പോലെയുള്ള അത് അനുഭവിച്ചറിഞ്ഞ് ഞാൻ. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പം ഈ 39 വർഷം കൊണ്ട് എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഒന്നും നേടിയിട്ടില്ല. ശരിയാ, നമുക്ക് വേണമെങ്കിൽ ആലങ്കാരികമായിട്ട് പറയാം, ഞാൻ എന്താ പറയുക, മറക്കാൻ പറ്റാത്ത ഒരുപാട് പ്രവൃത്തികൾ ചെയ്തു, ഒരുപാട് പേരെ സഹായിച്ചു, എന്തെങ്കിലുമൊക്കെ പറയാം. പറയുന്നതല്ലാതെ മരണമെന്ന് വിളിക്കുമ്പോൾ മരണാനന്തരം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനം എൻ്റെ കയ്യിലില്ല എന്നുള്ള തികഞ്ഞ തിരിച്ചറിവോടുകൂടി കരഞ്ഞുകൊണ്ടാണ് ഞാനവിടെ തിരിച്ചു വരുന്നത്. ഉള്ളിൽ ഏങ്ങിയാണ് വരുന്നത്, കൂടെയുള്ള ആൾക്കാരെ അറിയിക്കാതെ. അന്ന് വീണ്ടും ഞാൻ ഉറച്ച തീരുമാനം എടുത്തു, തിരിച്ചു വരിക. എൻ്റെ ഇപ്പം അന്ന് പറഞ്ഞപ്പോൾ 39 41 വർഷം, 44 വർഷമായി. ഈ 44 വർഷത്തെ നഷ്ടം, ഒന്നും നേടാത്ത അവസ്ഥയിൽ നിന്ന് മാറി ഞാൻ എന്തിനു വേണ്ടി 16-ാം വയസ്സിൽ പോയോ അത് പൂർത്തീകരിച്ച്
സാക്ഷാത്കരിച്ച് ഈ ലോകത്തോട് മുഴുവൻ എന്താണ് ആ സാക്ഷാത്കാര പ്രവണത അല്ലെങ്കിൽ ആ പ്രവൃത്തി അല്ലെ പന്ഥാവ് എന്ന് വിളിച്ചു പറയാൻ പറ്റുന്ന രീതിയിൽ എനിക്കൊരവസരം തരണേ. എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂകാംബി അമ്മയോട് ഞാനെപ്പോഴും പറയാറുള്ളൊരു സംഗതി, അത് തന്നെ അഹങ്കാരമാണ് സത്യം പറഞ്ഞാൽ. ഈ ഞാൻ പറയുന്നത് വെച്ചാൽ നിൻ്റെ ഏറ്റവും നല്ല മകനായി, ഏറ്റവും നല്ല ഭക്തനാണെന്ന് എന്നെ ആൾക്കാർക്ക് തോന്നിച്ചു കൊടുക്കണേ. എന്തൊരു സത്യം പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കും, എന്തൊരു അബദ്ധജടിലമായൊരു ആഗ്രഹം. എത്രയോ മഹാരഥന്മാർ, ശങ്കരാചാര്യരെ കുറിച്ച് നമുക്കറിയാവുന്നത്, അതിന് മുമ്പുണ്ടായിരുന്നു അത്രേ. അങ്ങനെ എത്രയോ പേര് അമ്മയെ ഉപാസിച്ചിരിക്കുന്നത്, പരാശക്തി ഉപാസന നടത്തി ഈ പ്രപഞ്ചത്തിൻ്റെ അന്തസ്സത്വം മുഴുവൻ മനസ്സിലാക്കിയിരിക്കുന്ന എത്രയോ മഹാരഥന്മാർ ജീവിച്ചിരുന്ന ഒരു നാട്ടിലെ ഞാനൊരു മൂലയ്ക്കിരുന്ന് പറയുകയാണ് അവരെക്കാളൊക്കെ കേമനായിട്ട് എന്നെ അറിയപ്പെടണം എന്ന് പറയണത് എൻ്റെ ബാലിശമാണെന്ന് എനിക്കറിയാം. എന്നാലും ഇപ്പോൾ ആഗ്രഹിക്കാമല്ലോ. ഞാൻ മറ്റേ കുട്ടികൃഷ്ണമാരുടെ ഭാരതപഠനത്തിലൊരു ഈ അഭിമന്യുവിനോട് ദ്രോണർ ചോദിക്കും, ഇതെല്ലാം കഴിഞ്ഞ് ഹസ്ത്രശസ്ത്രങ്ങൾ മുഴുവൻ കഴിഞ്ഞു, വാളും അദ്ദേഹം ഛേദിച്ചിട്ടു. അത് കഴിഞ്ഞപ്പോൾ ഈ ചെറുക്കൻ അവിടെ രഥത്തിൻ്റെ ചക്രം എടുത്തിട്ട് ദ്രോണരെ ആക്രമിക്കുകയാണ്. ദ്രോണർ ചോദിക്കും, നീ ആരാന്നാ നിൻ്റെ വിചാരം? ഞാൻ ആരാന്ന് നിനക്കറിയാവോ? നീ എന്ത് കണ്ടിട്ടാണ് ഈ അഭ്യാസം കാണിക്കുന്നതെന്ന് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നത്. കാരണം വെച്ചാൽ അവൻ്റെ ആ ഒരു അഭിമന്യുവിൻ്റെ ആ തീർത്താത്തീരാത്ത വീര്യം കണ്ടിട്ട് അത്ഭുതപ്പെട്ട് അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പം അഭിമന്യു പറയുന്നത്, കവി ഇങ്ങനെയാണ് പറയുന്നത്, ഞാനൊരു ബാലനെ ശക്തനെന്നാകിലും മാനിയാമനുടെ താതനെ ഓർക്ക നീ. ഞാൻ നിൻ്റെ മുമ്പിൽ ചീളായിരിക്കും, പക്ഷേ എൻ്റെ അച്ഛനാരാന്ന് നിനക്കറിയാവോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കാര്യത്തിൽ സ്വാംശീകരിച്ചിരിക്കുന്നത്, ഞാനൊരു ബാലനെ ശക്തനെന്നാകിലും മാനിയാമനുടെ മാതയെ ഓർക്ക നീ. എൻ്റെ അമ്മ ആരാന്ന് നിനക്കറിയാവോ? അതുകൊണ്ടുള്ള ഒരാഗ്രഹമാണ് ഞാൻ പറയുന്നത്. വിരമിച്ചതിന് ശേഷം മൂകാംബിക. ഇത് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ തന്നിട്ടുള്ളൊരു നിയോഗം, അതുകൊണ്ട് കളയാൻ പേടിയാണ്. ഈശ്വരേച്ഛയല്ലാതെ വേറെ ഒന്നും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ഈശ്വരേച്ഛയാണ് എന്നുള്ളതിന് പൂർണ്ണ താതാത്മ്യത്തോട് അംഗീകരിക്കാനുള്ള മനസ്സ് നമുക്കില്ലാതെ വരുമ്പോഴാണ് നമ്മൾ നിലവിളിക്കുന്നത്. ഈ സെൻ ഫിലോസഫിയിലൊക്കെ അവർ പറയുന്ന കുറേ നല്ല പ്രിൻസിപ്പിൾസാണ്. ഇപ്പോൾ ഒരു ബുദ്ധിസ്റ്റ് മങ്കിൻ്റെ കഥ, ചൈനയിൽ ജീവിച്ചിരുന്ന ഒരാളായിട്ട് കഥയുണ്ട്. അത് ഞാൻ എൻ്റെ മനസ്സിൽ ആപ്തവാക്കിയായിട്ട് കൊണ്ടു നടക്കുന്ന എൻ്റെ ഒരു മാതൃക, റോൾ മോഡൽ സ്റ്റോറി. അദ്ദേഹം വളരെ ബഹുമാനിതനായിട്ടൊരു ഗ്രാമത്തിൽ കഴിയാണ്, ഒരു സന്യാസി. അപ്പോൾ എല്ലാവരും അയാളെ വണങ്ങും. അദ്ദേഹത്തിന് ചെറിയൊരു വീട് പോലെ ഒരു ആശ്രമമുണ്ട്. ഒരു ദിവസം ആ ഗ്രാമത്തിലൊരു സ്ത്രീ പറയുകയാണ്, ആ സ്ത്രീ ഗർഭിണിയായി, നല്ല സുന്ദരിയായൊരു സ്ത്രീ. ആൾക്കാരെല്ലാം വർദ്ധിച്ചു, ആരാണ് ഉത്തരവാദി? അവിവാഹിതയാണല്ലോ നീ. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇദ്ദേഹമാണെന്ന് പറഞ്ഞു, ഈ സന്യാസിയാണെന്ന് പറഞ്ഞു. അന്ന് വരെ ആ സന്യാസിയെ ബഹുമാനിച്ചിരുന്ന ആ ജനസമൂഹം മുഴുവൻ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു. നീ ഇത്ര വൃത്തികെട്ടവനാണ്, നീ ഇവിടെ ഈ ജപവും തപസ്സും ആണെന്നൊക്കെ പറഞ്ഞിരുന്നിട്ട്, യു ക്ലെയിം ദറ്റ് യു ഹവ് എൻറ്റേർഡ് ദ ബുദ്ധ, നീ ബുദ്ധനിൽ പ്രവേശിച്ചവനാണെന്ന് പറഞ്ഞിരുന്നിട്ട് നീ ഈ സ്ത്രീയുടെ അടുത്ത് ഇങ്ങനെ ചെയ്തു. ഈ നാടിനോട് നീ ചെയ്ത ചതിയാണ്. നീ ഒരു കാര്യം ചെയ്യും, ഇവളെ ഇനി നീ നോക്കിയാൽ മതി എന്നും പറഞ്ഞ് ആ വീട്ടിൽ കൊണ്ടുവന്ന് ഈ കുട്ടിയെ ആക്കും. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട്, അപ്പോൾ ആൾക്കാർ കല്ലെറിയും, ഉപദ്രവിക്കും, അദ്ദേഹത്തിന് പരിക്ക് പറ്റും. അദ്ദേഹം പറയും, സോ ബീറ്റ്. ഇംഗ്ലീഷിലാണ് ഞാൻ ആ കഥ വായിച്ചത്. സോ ബീറ്റ്, അങ്ങനെ ആവട്ടെ. ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ അദ്ദേഹം ആ സ്ത്രീയെ പരിചരിക്കുന്നു. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അവർക്ക് വേണ്ട ചികിത്സയ്ക്ക് വേണ്ടി അവരെ കൊണ്ടുപോകുന്നു. ആൾക്കാർ ഇയാളോടുള്ള വൈരാഗ്യം കാണിച്ചുകൊണ്ട് തന്നെ, എന്നാലും ഒരു പെൺകുട്ടി പാവമാണല്ലോ എന്ന് വെച്ചിട്ട് അവർക്ക് വേണ്ട ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ ഒരു 7-8 മാസം അയാൾ കഴിയാണ്. 7 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പെൺകുട്ടിക്ക്, അപ്പം ഇയാൾക്ക് യാതൊരു ഭാവഭേദവുമില്ല, ഒരു വ്യത്യാസവുമില്ല. ഈ പെൺകുട്ടിക്ക് കുറ്റബോധം സഹിക്കാൻ പറ്റാതെ അവൾ ഇദ്ദേഹത്തിൻ്റെ കാൽക്കൽ വേണ്ടി പറയുന്നു, അയാൾ ഗ്രാമത്തിലെ വേറൊരു ആളാണ്, അയാളൊരു ഉന്നത കുലജാതനാണ്, അയാൾ പറഞ്ഞു കൊടുത്ത ബുദ്ധിയാണ്, ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ ആരും ഇദ്ദേഹത്തിനെ ഉപദ്രവിക്കില്ലല്ലോ, നമുക്ക് സൗകര്യം പോലെ എൻ്റെ സമയം വരുമ്പോൾ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം എന്ന് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഒരു കാമുകനാണ് ഇന്ന് ഉത്തരവാദി. അപ്പോഴും ഈ സന്യാസി പറഞ്ഞു, സോ ബി ഇറ്റ്. ഇത് ഇവിടെ ചെന്ന് നാട്ടുകാരോട് പറഞ്ഞപ്പോൾ
നാട്ടുകാർ ആ പയ്യനെയും വിളിച്ച് ഇവളെയും കൊണ്ട് ഇദ്ദേഹത്തിന് തോന്നുന്നു മാപ്പ് പറയാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു സോ ബി ഇറ്റ്, അങ്ങനെ ആവട്ടെ എന്ന് പറയുന്ന മാനസികാവസ്ഥയിലേക്ക് ഉയരണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നവും സങ്കല്പവും. അതിനെനിക്കിപ്പോഴും സാധിച്ചിട്ടില്ല. ഇപ്പോഴും ആരെങ്കിലും ഭർത്തിക്കുമ്പം ഞാൻ ഭയപ്പെടും. ഇപ്പം ഒരു തീവ്രവാദി ആക്രമിക്കാൻ വരുന്ന ഒരു കൈ നോക്കാം, ഒരു സിംഹം വന്നാൽ ഒന്ന് ഓടി നോക്കാം എന്നൊക്കെ എനിക്ക് തോന്നും. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അവമാനം വരുമ്പോൾ എപ്പോഴും ഹസ്തപ്രജ്ഞനാവുന്നുണ്ട്. അങ്ങനെ ഹസ്തപ്രജ്ഞനാകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഉപാസനാ സമ്പ്രദായം നമ്മൾ പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ അതിനോടുള്ള കൂറ് എനിക്ക് പോരാതെ വന്നുകൊണ്ടും സമർപ്പണ ബുദ്ധി തികഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് ഇപ്പോഴും ആ ഭയം നിലനിൽക്കുന്നത്. ഇതിനെ അതിജീവിച്ച് പൂർണ്ണമായി ഈ മൂർത്തിയുമായിട്ടുള്ള താതാത്മ്യം ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ സങ്കല്പം. ഇപ്പോൾ ഒരു കേസുണ്ട്. ഇപ്പോൾ ഈ ഹൈക്കോടതിയിലുള്ള കേസൊക്കെ പ്രതികരിക്കുന്ന സംഭവമാണ്. വിദേശത്ത് ഒരു ആയുർവേദ സെൻ്റർ ഉദ്ഘാടനം ചെയ്യുന്നു പറഞ്ഞു. അതാണ് ഇപ്പോൾ കേസിനൊക്കെ ആധാരമായി വരുന്നത്. വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ കോടതി തന്നെ ചെറിയ വിമർശനങ്ങൾ പറയുന്നുണ്ട്. കോടതി പറഞ്ഞിട്ടുള്ള വിമർശനം അതിനെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിൻ്റെ രീതിയെക്കുറിച്ചാണ്, അതിൻ്റെ ഫാക്സിനെ കുറിച്ചല്ല. അതിൻ്റെ ഫാക്സ് അവൈലബിളാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളൊരു ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥന്മാർ ആരാണെങ്കിലും അവർക്ക് സ്വകാര്യ ആവശ്യത്തിന് വിദേശത്ത് പോകാൻ അനുമതിയുടെ ആവശ്യമില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഉത്തരവുകളുണ്ട്, നിയമമുണ്ട്. അങ്ങനെ ആയിരുന്നിട്ട് പോലും ഞാൻ അനുമതി മേടിച്ചു എന്നുള്ളതാണ്. ഞാൻ പഴയ രീതിക്ക് ഞാനിങ്ങനെ പോകുന്നു, അനുമതി മേടിച്ചു. അനുമതി മേടിച്ച് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ദ ഇൻറ്റിമേഷൻ റിസീവ് ഫ്രം സോ ആൻഡ് സോ ഇസ് നോട്ടഡ്, ഹി ഈസ് ലീവിങ്. അത് കഴിഞ്ഞ് എൻ്റെ ബോസ്, അതായത് എൻ്റെ DGP സ്റ്റേറ്റ് പോലീസ് ചീഫ് എനിക്ക് ലീവും ഗ്രാൻഡ് ചെയ്ത് അനുമതിയും തന്നു. അത് കഴിഞ്ഞപ്പോൾ പറയുന്നു ഞാൻ അവിടെ യൂണിഫോമിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്തു. അതിൻ്റെ വീഡിയോകൾ ലഭ്യമാണ്, എൻ്റെ കയ്യിലുണ്ട്, നാട്ടുകാരുടെ കയ്യിലുണ്ട്. അതെനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട്. ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്, ഇതിനെക്കുറിച്ച് പരാതി പറഞ്ഞിരിക്കുന്നൊരു വ്യക്തി, അദ്ദേഹം ഒരു AMVI ആണ്. അയാൾ ഒരു സ്ത്രീപീഡന കേസിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ആ സ്ത്രീപീഡന കേസിൽ ഞാൻ അയാളെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് അയാൾക്ക് എന്നോടുള്ള വൈരാഗ്യം. അയാൾ ഉള്ളതും ഇല്ലാത്തതും തോന്നിവാസങ്ങൾ പലതും എന്നെക്കുറിച്ച് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും പരാതി അയക്കുകയും അയാൾക്കെതിരെ ഞാൻ ഡിഫമേഷൻ കേസ് കൊടുക്കുകയും, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിയമപരമായി മാത്രം പ്രതികരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു നിഷ്ഠയുടെ ഭാഗമായതുകൊണ്ട് അയാളിങ്ങനെ നടക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് നടക്കുന്നു. അപ്പം അതിൽ ആ അന്വേഷണ രീതി, അതായത് അദ്ദേഹത്തിനെയും എന്നെയും ഒന്നിച്ചിരുത്തി കേൾക്കാനായിട്ട് ക്ഷണിച്ചു എന്നുള്ളതാണ് ACS ഹോമിനെതിരെ കോടതി കണ്ടുപിടുത്തിയിട്ടുള്ള ഒരു കുഴപ്പം. അപ്പോൾ അത് മാറ്റി രണ്ടാമത് കൊടുക്കണം എന്നാണ് കോടതി ആവശ്യപ്പെട്ടത്. കോടതി അല്ലാതെ ഞാൻ ചെയ്തത് ശരിയോ തെറ്റോ എന്ന് പരാമർശിച്ചിട്ടില്ല. പക്ഷെ മാധ്യമങ്ങൾ എഴുതിയപ്പോൾ അനുമതിയില്ലാത്ത വിദേശയാത്ര അല്ലെങ്കിൽ വിദേശയാത്രാ വിവാദം ശ്രീജിത്തിനെതിരെ കോടതി പറഞ്ഞു എന്നാക്കി മാറ്റി. ഇതിൻ്റെ എന്താ പറയുക, ഇത് ചർവിത കർമ്മണം എന്ന് പറയുന്നത് ഇത് ഒരുപാട് കാലം മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനൊരാളുടെ കണ്ണ് തല്ലി പൊട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് വിജിലൻസ് കോടതിയിൽ കൊണ്ട് പരാതി കൊടുക്കുകയും അധികാര ദുർവിനിയോഗം നടത്തി അടിച്ചു. അങ്ങനെ ഒരു അടിയുണ്ടോ? അടിക്കുമ്പോൾ ആരായാലും ഒരു അടി അടിക്കുക. അടിച്ചെങ്കിൽ അടിച്ചു, ഇല്ലെങ്കിലില്ല. അടിച്ചു എന്ന് പറയുന്നത് സത്യമല്ല, അത് വേറെ വിഷയം. സത്യമാണെങ്കിൽ പോലും അന്വേഷിക്കേണ്ടത് ഇത് എന്താണെന്ന് വെച്ചാൽ വളരെ ദുരുപദിഷ്ടമായിട്ടുള്ള ചില കുൽസിത പ്രവൃത്തികളുടെ ഭാഗമാണ്. അപ്പം അതുപോലെ അയാൾ ചെയ്തു. അത് കോടതിയിൽ ഇനിയും വരുന്നുണ്ട്. കോടതി ഉചിതമായ തീരുമാനമെടുക്കും. ഇപ്പം ജയിൽ DGP ആയിട്ട് 2 മാസം ജൂൺ 17. എങ്ങനെ പോകുന്നു ജയിൽ അനുഭവങ്ങൾ? വേറൊരു ലോകം. ഞാൻ എൻ്റെ ജൂൺ 17 വരെയുള്ള എൻ്റെ ജീവിത വീക്ഷണമല്ല ഇപ്പം. ജൂൺ 17 വരെ എൻ്റെ ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി ജയിലിൽ കഞ്ഞിയും പയറും മാത്രമാക്കി. വളരെ ശരിയാണെന്നായിരുന്നു എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം അങ്ങനെയല്ല. ജയിൽ പ്രസൻ എന്നുള്ള വാക്ക് മാറ്റണമെന്നാണ് ഞാൻ ആഭ്യന്തരമന്ത്രിയുടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്, അദ്ദേഹത്തിനോട് അപേക്ഷിച്ചിരിക്കുന്നത്. അദ്ദേഹം അത് വളരെ അനുഭാവപൂർവ്വം പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ അതിനിടയ്ക്ക് ഈ ജയിൽ വകുപ്പിൻ്റെ ഭാഗമായിട്ട് സൗത്ത് ആഫ്രിക്കയിൽ പോവുകയുണ്ടായി. അവിടെ ഉള്ള വാക്ക് കറക്ഷണൽ സർവീസ് എന്ന് മാത്രമാണ്. വളരെ തീവ്രമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആൾക്കാരെ പരിചരിക്കുന്ന സ്ഥലത്തിന് മാനേജ്മെൻറ്റ് ഏരിയ എന്നാണ് അവർ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കൺസെപ്റ്റും നമ്മുടെ കൺസെപ്റ്റും, കറക്ഷണൽ സർവീസ് എന്ന് പറയുന്നതും നമ്മുടെ ഹ്യൂമൻ ഇമോഷൻസിനെ മാനേജ് ചെയ്ത്, അപ്പോൾ നോക്കൂ, സമൂഹത്തിൽ ഒരു തരത്തിൽ ഉതകാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് ക്യാപിറ്റൽ പണിഷ്മെൻ്റാണ് നമ്മൾ കൊടുക്കുന്നത്.
ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കാത്തവരെ തുറുങ്കിലടയ്ക്കുകയും ആ തുറുങ്കിൻ്റെ അധിപന്മാരായ ഞങ്ങളെപ്പോലെ കുറേ പ്രിസൺ ഓഫീസേഴ്സിനെ വെക്കുകയും ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം, പ്രിസൺ ഓഫീസർ എന്നുള്ള വാക്ക് ഞാൻ വീണ്ടും പറയുന്നു, കറക്ഷണൽ സർവീസ് ഓഫീസേഴ്സ് ഒക്കെ വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ കാലയളവിൽ പൂർണ്ണമായും തിരുത്തി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഇഴുകിച്ചേരാൻ പറ്റുന്ന രീതിയിലാക്കി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. അപ്പോൾ എന്ത് പേരായിരിക്കും ഇനി വരാൻ പോകുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ കറക്ഷണൽ സർവീസ് എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. മാനേജ്മെൻറ്റ് ഏരിയ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇപ്പം ഇതര രാജ്യങ്ങൾ പലയിടത്തും ഇപ്പം 3 വർഷത്തേക്കുള്ള ശിക്ഷ ഒരാൾക്ക് കിട്ടുകയാണെന്നിരിക്കട്ടെ. ആദ്യത്തെ ഒരാഴ്ച അയാൾ അസസ് ചെയ്തതിന് ശേഷം ഈ 3 വർഷവും ഓരോ ദിവസവും അയാൾ എന്ത് ചെയ്യണം എന്നുള്ളത് നേരത്തെ കൂട്ടി തീർച്ചപ്പെടുത്തുന്നത്. അങ്ങനെ തീർച്ചപ്പെടുത്തി ആ സെൻറ്റൻസ് പ്ലാൻ വഴി, അതിന് സെൻറ്റൻസ് പ്ലാൻ എന്ന് അവിടെ പറയുന്ന വാക്ക്, പൂർണ്ണമായും അയാളെ സമൂഹത്തിന് ഉതകുന്ന രീതിയിലുള്ളൊരു പൗരനാക്കി മാറ്റുന്നതിൽ നിർണായക പങ്ക് വഹിക്കേണ്ട ഒരു സ്ഥാപനമാണ് കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പ്രിസൺ എന്ന് പറയുന്നത് പഴയ വാക്കാണ്. അത് മാറ്റണം എന്നുള്ള തികഞ്ഞ സ്ട്രോങ് ആയിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള ശക്തമായ അഭിപ്രായമാണ് എനിക്കുള്ളത്. അവർക്ക് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കൊടുക്കണം എന്നുള്ളൊരു അഭിപ്രായമാണുള്ളത്. കാരണം അവരെ പുഷ്ടിപ്പെടുത്തി നന്നാക്കുക എന്നുള്ളതിനേക്കാളുപരി അവരെ സമൂഹത്തിന് ഉതകുന്ന പൗരന്മാരാക്കി മാറ്റുക എന്നുള്ളതാണ്. പുഷ്ടിപ്പെടുത്തുക എന്ന് പറയുന്നതിനകത്ത് കുറേ ഹെവി ഫുഡ് കൊടുക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഫുഡിൻ്റെ ആവശ്യമില്ല. പക്ഷേ അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നത്, ഇപ്പോൾ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റാതെ വരുമ്പം വീണ്ടും സർക്കാർ ഖജനാവിൽ നിന്നാണ് പണം ചിലവാകുന്നതെന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പോൾ അതായത് ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം സെൻട്രൽ പ്രിസണിൽ 869 തടവുകാർക്ക് ദിവസവും മരുന്ന് കഴിച്ചില്ലെങ്കിൽ മരിച്ചു പോകുന്നവരാ. 88 പേര് H1N1, 265 പേര് മാനസിക രോഗികളാണ്, പിന്നെ 15 പേര് HIV പോസിറ്റീവാണ്, ഒരു 18ഓളം പേര് TB ബാധിതരാണ്. ഇവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുകയും അവർ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഭക്ഷണം കൊടുത്താൽ മാത്രമേ സർക്കാരിൻ്റെ ചിലവ് തന്നെ കുറയൂ. നമ്മൾ സത്യം പറഞ്ഞാൽ ഇവരെ പട്ടിണിക്കിട്ട് നമുക്ക് കൊല്ലാൻ പറ്റില്ല. ഇവർ കറക്ഷണൽ സർവീസ് ആയതുകൊണ്ട് ഇവർ സമൂഹത്തിലേക്ക് തിരിച്ച് നല്ല രീതിയിൽ വരേണ്ടവരുമാണ്. അപ്പം അതിന് ഉതകുന്ന രീതിയിലുള്ള ഡയറ്റ് തന്നെയായിരിക്കണം കൊടുക്കേണ്ടത്. അത് ലക്ഷൂറിയസ് ഡയറ്റ് ആവാൻ പാടില്ല, എന്നാൽ എന്തെങ്കിലും കൊടുത്ത് അവരെ രോഗാതുരരാക്കി സർക്കാരിൻ്റെ ചിലവ് വർദ്ധിപ്പിക്കാനും പാടില്ല. അപ്പം അങ്ങനെ ഒരു ഓപ്റ്റിമൽ ഡയറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമം. ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ അവർക്ക് മട്ടൺ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മട്ടൺ കൊടുക്കുന്നത് ദുർമേധസ് ഉണ്ടാക്കും. 100 ഗ്രാം മട്ടൺ ഒരു ദിവസം ഒരാൾ കഴിച്ചു കഴിഞ്ഞാൽ, അത് എല്ലാ ദിവസവും അല്ല, ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ മട്ടൺ വളരെ വില കൂടിയ സാധനവുമാണ്. അത് റെഡ് മീറ്റ് എന്നുള്ള ക്ലാസിഫിക്കേഷനിൽ വരുന്നുണ്ട്. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള, അവർക്ക് ശരീരത്തിന് ദോഷം വരാത്ത എന്നാൽ സർക്കാരിന് ചിലവ് കുറയുന്ന ഇതര സംവിധാനങ്ങൾക്ക് മറ്റ് പണം ഉപയോഗിക്കാൻ പറ്റും. നമുക്കിപ്പോഴും പണത്തിന് ഒരുപാട് കൺസ്ട്രെയിൻ്റ് ഉള്ള ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ളൊരു പരിഷ്കരണം ആവശ്യമാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കറക്ഷണൽ സർവീസായിട്ട് നമ്മുടെ ജോലിയെ മാറ്റി പൂർണ്ണമായും കറക്ഷണൽ സർവീസ് ആവണം. അവരെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് നല്ല രീതിക്കാക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഉറപ്പുവരുത്താനായിട്ടുള്ള സഹായം. അങ്ങനെ ഒരുപാട് ടെക്നോളജി നമുക്ക്, ഇപ്പോൾ നമ്മളുടെ ഈ നിയന്ത്രണങ്ങൾ മുഴുവൻ ടെക്നോളജിക്ക് കൊടുത്തിട്ട് ഉദ്യോഗസ്ഥർ മാനുഷികമായിട്ടുള്ള എലിമെൻറ്റ് മുഴുവൻ ഇത്തരത്തിലുള്ള കറക്ഷൻ സർവീസിന് പൂർണ്ണമായിട്ട്. ഉദാഹരണത്തിന് ഞാനിപ്പം ഒരു ഡ്രോൺ പരീക്ഷിക്കുകയാണ് ഇപ്പം വിയ്യൂർ. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി വന്നിട്ട് അതിൻ്റെ ഒരു പരീക്ഷണ പറക്കൽ നടത്തിയിരുന്നു. ഇപ്പം 15-ാം തീയതി ഞങ്ങൾ വേറൊരു സംവിധാനം, അതായത് ഞങ്ങളുടെ CCTV സിസ്റ്റത്തിലെല്ലാം ഇപ്പോൾ CCTV വെച്ചിട്ട് ആൾക്കാരിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം 24 മണിക്കൂർ അതും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നേ പറ്റൂ. അതിന് പകരം CCTV വെച്ചതിന് ശേഷം നമ്മളതിനകത്ത് എലിമെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ കലക്ടറോട് ആവശ്യപ്പെട്ടു. എലിമെൻറ്റ് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന ക്രിട്ടിക്കൽ ഇൻസിഡൻസ് എന്ന് കുറേ സാധനങ്ങൾ അതിനകത്ത് നമ്മൾ തയ്യാറാക്കി കൊടുക്കും. അങ്ങനെ ഒരു ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് എവിടെയെങ്കിലും നടന്നാൽ ഉടൻ തന്നെ നമുക്ക് അലേർട്ട് സൂപ്രണ്ടിനും മറ്റു ഉദ്യോഗസ്ഥർക്ക് ഒന്നിച്ച് അലേർട്ട് പോകുന്ന രീതിയിലുള്ളൊരു സംവിധാനം. ഉദാഹരണത്തിന് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു കത്തി കാണാൻ പാടില്ലാത്തൊരു സാധനം കണ്ടു, അല്ലെങ്കിൽ ഒരു 50 പേര് ഒന്നിച്ചു കൂടി ഒരു ബ്ലോക്കിൽ, ഉടനെ അത് ഈ CCTV ദൃശ്യത്തിൽ അത് പതിയുന്ന ഉടനെ തന്നെ ഇതൊരു ക്രിട്ടിക്കൽ ഇൻസിഡൻ്റ് ആണെന്ന് സിസ്റ്റം നോട്ട് ചെയ്യുകയും ആ നോട്ട് ചെയ്യുന്ന സിസ്റ്റം നമ്മൾ അലേർട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ അലേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇരുന്ന് കാവലിരിക്കേണ്ട സാഹചര്യം ഒഴിവാകും. അങ്ങനെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എന്താ പറയുക, മനുഷ്യവിഭവ സമ്പത്ത് കൊണ്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾക്ക്
ബദൽ സംവിധാനം ഉണ്ടാക്കിയിട്ട് ഈ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ മുഴുവൻ ഇവരെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിലേക്ക് ആക്കി മാറ്റുന്ന കറക്ഷണൽ സർവീസാക്കി മാറ്റാനുള്ളൊരു യത്നം ഞാൻ തുടങ്ങിയിട്ടുണ്ട്. സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണ അതിനുണ്ട്. ആഭ്യന്തരമന്ത്രി അതിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് അതിൻ്റെ കൺസെപ്റ്റിൻ്റെ ഗൗരവം മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന യത്നങ്ങൾ കൊണ്ട് നമുക്ക് എങ്ങനെയായാലും ഒരു 5-6 മാസം കൊണ്ട് നല്ലൊരു വ്യതിയാനം വരുത്താൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. എല്ലാവരുടെയും സഹകരണം ഉണ്ടായാൽ വളരെ പെട്ടെന്ന് നടക്കും. ഓക്കെ, താങ്ക് യു.